കേരള യൂണിവേഴ്സിറ്റി ബികോം മൂന്നാം സെമസ്റ്ററിലെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾ വൈസായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ, അതായത് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഞാൻ ഓൾറെഡി സ്ട്രെസ് ചെയ്തൊരു കാര്യമാണ്, ഒരിക്കലും ഇതൊരു സിമ്പിൾ സബ്ജക്റ്റ് ആണെന്നോ ജനറൽ സബ്ജക്റ്റ് ആണെന്നോ പറഞ്ഞ് വളരെ ലാഘവത്തോടെ ഒരിക്കലും അപ്രോച്ച് ചെയ്യരുത്. വളരെ സീരിയസ് ആയിട്ടുള്ള കുറേ ഡിഫിക്കൽട്ട് ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, കമ്പാരിറ്റീവ്ലി തേർഡ് സെമസ്റ്ററിലെ ബികോം തേർഡ് സെമസ്റ്ററിലെ ഏറ്റവും പ്രയാസമുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഒന്ന് റാങ്ക് ചെയ്യാനാണ് എന്നോട് ആവശ്യപ്പെടുന്നതെങ്കിൽ ഞാൻ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻ്റ് ആയിരിക്കും കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് എന്ന് വിശ്വസിക്കുന്നത്. അതിനർത്ഥം ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പഠിച്ചെടുക്കാൻ പറ്റത്തില്ലെന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കമ്പയർ ചെയ്യുമ്പോൾ ബികോം തേർഡ് സെമസ്റ്ററിൽ നമുക്ക് അക്കൗണ്ടിംഗ് ഉണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഉണ്ട്, കമ്പനി അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ഇതെല്ലാം എനിക്കറിയാം. എന്നിരുന്നാലും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന സബ്ജക്റ്റ്, കാരണം ഇതിനകത്ത് കണ്ടൻറ്റ് കുറച്ച് കൂടുതലാണ്. നമുക്കൊരു സെമസ്റ്ററിൽ പഠിക്കേണ്ടുന്ന കണ്ടൻറ്റിനേക്കാൾ കുറച്ചുകൂടി കൂടുതലല്ലേ എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. ഇതൊരു അല്പം കണ്ടൻറ്റ് കൂടുതലാണ്. പക്ഷേ ഞാനത് മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ പരീക്ഷയ്ക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യുന്ന രീതിയിലേക്ക് ഓരോ മൊഡ്യൂളും നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ആ കണ്ടൻറ്റിൻ്റെ വലിപ്പമൊന്നും കേട്ട് ഇനി അങ്ങോട്ട് പേടിക്കേണ്ട. ഓരോ മൊഡ്യൂളിലും ഓരോ ടോപ്പിക്കും എങ്ങനെയാണോ പഠിക്കേണ്ടത് അതിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ട് കൃത്യമായിട്ട്, ശരിക്കും പറഞ്ഞാൽ ഈ സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് എഴുതി വെക്കുമ്പം നമ്മളാണ് ശരിക്കും ആ സിസ്റ്റമാറ്റിക് അപ്രോച്ച് കണ്ടെത്തേണ്ടത്. നിങ്ങൾ നോക്കിയാൽ മതി, ടെക്സ്റ്റിൽ എല്ലാത്തിലും കാണും സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന്. ടെക്സ്റ്റിൽ സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് എഴുതുമ്പോൾ അത് പഠിപ്പിക്കുന്ന അധ്യാപകനും പഠിക്കുന്ന കുട്ടിയുമാണ് അതിനകത്തുനിന്നൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ മാക്സിമം നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൻ്റെ കണ്ടൻറ്റിൻ്റെ വലിപ്പം മാക്സിമം നിങ്ങളൊന്ന് സിംപ്ലിഫൈ ചെയ്യുവാണ്. ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷേ ആ ഒരു വലിപ്പം അല്ലെങ്കിൽ ആ ഒരു ഡെപ്ത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ മാക്സിമം ഞാൻ എളുപ്പത്തിൽ ക്ലാസ് എടുത്തു തരാം. ഓക്കെ, സോ നമുക്ക് മൊഡ്യൂൾ വൈസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സിലബസ് അനുസരിച്ച് ഫസ്റ്റ് മൊഡ്യൂൾ തുടങ്ങാം. ഓർഡറിൽ തന്നെ പോവാം. ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൻ്റെ ഒന്നാമത്തെ മൊഡ്യൂളിലെ എല്ലാ ടോപ്പിക്കും വളരെ വിശദമായിട്ട് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സബ്ജക്റ്റിൻ്റെ പേരൊന്ന് നോക്കുക. നമ്മളിപ്പോൾ തുടങ്ങാൻ പോവുകയല്ലേ, നമുക്ക് സബ്ജക്റ്റിൻ്റെ പേരിൽ നിന്ന് തുടങ്ങാം. സബ്ജക്റ്റിൻ്റെ പേരിന് പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, എപ്പോഴും നിങ്ങളൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ആ സബ്ജക്റ്റിൻ്റെ പേരിനകത്ത് മിക്കവാറും ഒരു കഥ കാണും. ആ ഒരു സബ്ജക്റ്റിൻ്റെ പേര് തന്നെയായിരിക്കും നിങ്ങൾ പഠിക്കേണ്ടുന്ന കണ്ടൻറ്റിൻ്റെ ഒരു ബ്രീഫിംഗ് എന്ന് പറയുന്നത്. നോക്കൂടെ, സബ്ജക്റ്റിൻ്റെ പേര് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻ്റ് എന്നാണ്, അല്ലേ? അത് നിങ്ങൾക്ക് അറിയാവുന്ന കേസ് തന്നെയാണ്. നമ്മൾ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന പേരിലുള്ള സബ്ജക്റ്റാണ് പഠിക്കാൻ പോകുന്നത്. ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് തീർച്ചയായിട്ടും എന്തോ ഒരു കാര്യത്തിൻ്റെ വികസനമാണ്. അതായത് ഓൺട്രപ്രണർഷിപ്പിൻ്റെ ഡെവലപ്മെൻറ്റാണ് പഠിക്കേണ്ടുന്നത്. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് എന്ന വാക്കിനേക്കാളും ഓൺട്രപ്രണർഷിപ്പ് എന്ന വാക്കിന് തന്നെയായിരിക്കും പ്രാധാന്യം. അപ്പോൾ ഓൺട്രപ്രണർഷിപ്പ് എന്താണെന്നറിഞ്ഞാലല്ലേ നമുക്ക് ആ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ വേണമെന്ന് അറിയാൻ പറ്റൂ. സോ തീർച്ചയായിട്ടും നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടുന്നത്, നമ്മുടെ ഫോക്കസ് പോകേണ്ടുന്നത് ഈ ലെഫ്റ്റ് സൈഡിലോട്ടാണ്. ഓൺട്രപ്രണർഷിപ്പ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ എന്നറിയാൻ പറ്റൂ. ഓക്കെ, ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും എനിക്കറിയില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ആ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? സോ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടുന്നത് ഈ ഓൺട്രപ്രണർഷിപ്പ് എന്ന ഒരു വേർഡ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അവിടെയും ഒരു പടി കൂടി ഞാൻ ബാക്കിലേക്ക് ഇറങ്ങുകയാണ്. അതായത് ഓൺട്രപ്രണർഷിപ്പ് എന്ന ടേം പഠിക്കുന്നതിന് മുൻപ് നിങ്ങൾ മറ്റൊരു ടേം പഠിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഓൺട്രപ്രണർഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ സബ്ജക്റ്റ് പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റൂ. ക്ലിയർ ആയില്ലേ? ഓൺട്രപ്രണർഷിപ്പ് എന്താണെന്ന് അറിഞ്ഞാലല്ലേ പിന്നെ അത് ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ. എന്നാൽ ഞാൻ വീണ്ടും പറയുന്നു, ഒരു സ്റ്റെപ്പ് ഒന്ന് പിറകിലേക്ക് ഇറങ്ങണം. ആദ്യത്തെ ടോപ്പിക്ക് ഓൺട്രപ്രണർഷിപ്പ് എന്താണെന്നല്ല. സോ ഞാൻ നിങ്ങളെ ഒന്ന് ബാക്കിലേക്ക് പോവുകയാണ്. ഓൺട്രപ്രണർഷിപ്പ് അല്ല, ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ആരാണ്? അവിടുന്നാണ് ശരിക്കും നമ്മൾ ഈ മൊഡ്യൂൾ തുടങ്ങേണ്ടത്. കാരണം ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ആരാണെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയാലേ ഓൺട്രപ്രണർഷിപ്പ് മനസ്സിലാവും. ഓൺട്രപ്രണർഷിപ്പ് നന്നായിട്ട് പഠിച്ചെടുത്താൽ മാത്രമേ ആ ഓൺട്രപ്രണർഷിപ്പ് നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മളത് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കിട്ടൂ. സോ നമ്മുടെ ഈ സബ്ജക്റ്റിൻ്റെ ലിങ്ക് ഇങ്ങനെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ആരാണ്, പുള്ളിക്കാരനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും, എന്താണ് ഈ ഓൺട്രപ്രണർ, ആരാണ് ഈ ഓൺട്രപ്രണർ, അത് നന്നായിട്ട് പഠിക്കുക. അതിനുശേഷമാണ് ഓൺട്രപ്രണർഷിപ്പിലേക്ക് പോകേണ്ടത്. ഓൺട്രപ്രണർഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ ഓൺട്രപ്രണർഷിപ്പിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് പഠിക്കാൻ പറ്റൂ. ഇങ്ങനെയാണ് നമ്മുടെ ഈ സബ്ജക്റ്റ് അവർ കോർത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ ഡീൽ ചെയ്യുന്ന ഒന്നാമത്തെ മൊഡ്യൂളല്ലേ, ഈ ഒന്നാമത്തെ മൊഡ്യൂൾ പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്.
നിങ്ങൾ അങ്ങനെയാണോ പഠിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് നിങ്ങൾ ആദ്യം മുതൽ എൻ്റെ ക്ലാസ് കേൾക്കുന്ന പോലെയാണ്. കുറേ കുട്ടികൾ ഈ ക്ലാസ്സൊക്കെ ഓൾറെഡി പഠിച്ച് വെച്ചിരിക്കുന്നതാവും. അങ്ങനെയുള്ളവർ ജസ്റ്റ് ഈ വീഡിയോ ഓഫ് ചെയ്തിട്ട് പോവുക. ഓക്കെ, ഞാനിപ്പോൾ പറയുന്നത് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന സബ്ജക്റ്റിനെ പറ്റി വലിയൊരു ധാരണയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും എക്സാമിന് ഉപകാരപ്പെടുന്ന രീതിയിൽ അറ്റ് പ്രസൻറ്റ് എൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് ഓൺട്രപ്രണർഷിപ്പ് ഐഡിയ സീറോയാണ്. നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിനെ പറ്റി നോളജ് ഇല്ല. ഓക്കെ, പാർഷ്യൽ നോളജായിട്ടിരിക്കുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഒന്നുകിൽ ഒന്നും അറിയാതിരിക്കണം, അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞിട്ടിരിക്കണം. ഇതിന് രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് എനിക്ക് കുറച്ചറിയാം, അതെനിക്കറിയാം, ഇതെനിക്കറിയാം എന്നാകുമ്പോൾ ആകപ്പാടെ കൺഫ്യൂഷനാവും. ഒന്നുകിൽ നിങ്ങളുടെ മൈൻഡ് പൂജ്യമാക്കുക, എനിക്ക് ഓൺട്രപ്രണർഷിപ്പിനെ പറ്റി ഒന്നും അറിയത്തില്ല, അല്ലെങ്കിൽ എല്ലാം അറിയാം. ഇതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുമ്പോഴാണ് ക്ലാസ് മനസ്സിലാകാതെ പോകുന്നത്. ഓക്കെ, ഒന്നും അറിയാത്ത പിള്ളേരെ പഠിപ്പിക്കാൻ എളുപ്പമാണ്, എല്ലാം അറിയാവുന്നവരെ പഠിപ്പിക്കാൻ എളുപ്പമാണ്. ഇവർ നമ്മളെ വാക്കുകൾ നന്നായിട്ട് കേട്ടിരിക്കും, ഇവർക്ക് ജസ്റ്റ് ഗൈഡിങ് കൊടുത്താൽ മതി. ഇതിന് ഇടയ്ക്ക് നിൽക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്, നിങ്ങൾ അങ്ങനെ ആയിപ്പോകരുത്. ഞാൻ ആദ്യമേ തന്നെ പറയുവാണ്, കുറച്ച് കാര്യം അറിയാം, ആ കാര്യമൊക്കെ എനിക്കറിയാം, ഇത് കേൾക്കാം, അങ്ങനെ സ്കിപ്പ് ചെയ്താൽ എൻ്റെ ക്ലാസ് മൊത്തത്തിൽ മനസ്സിലാവത്തില്ല. ഓക്കെ, സോ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് മൊഡ്യൂളല്ലേ, ഈ ഫസ്റ്റ് മൊഡ്യൂളിനെ ഞാൻ രണ്ടായിട്ട് അങ്ങ് തിരിക്കാൻ പോവുകയാണ്. നമ്മുടെ സിലബസ് അനുസരിച്ച് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ ഒന്നുമില്ല. ഞാൻ എൻ്റെ ഒരു അപ്രോച്ച്, ദാറ്റ് ഈസ് കോൾഡ് സിസ്റ്റമാറ്റിക് അപ്രോച്ച്. ഞാൻ എൻ്റെ അപ്രോച്ചാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ രണ്ടായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ഓൺട്രപ്രണറിനെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമേ പറയൂ. ഓൺട്രപ്രണർ എന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ആദ്യത്തെ പോർഷനിൽ ഞാൻ ഓൺട്രപ്രണർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കവർ ചെയ്യും. രണ്ടാമത്തെ ഒരു പോർഷനിലാണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന ടോപ്പിക്കിലേക്ക് വരുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു ഓർഡറോ ഇങ്ങനെ ഒരു രണ്ട് ക്ലാസിഫിക്കേഷനോ ഇങ്ങനൊന്നും ഇല്ല. ഇത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് തരാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് മൊഡ്യൂളിനെ ഞാൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. നിങ്ങൾ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ബുക്കിൽ എഴുതിക്കോ. ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഓൺട്രപ്രണറാണ്. സെക്കൻഡ് പോർഷനിൽ ഞാൻ ഓൺട്രപ്രണർഷിപ്പ് എടുക്കും. ഓക്കെ, എന്താണ് ഒരു ഓൺട്രപ്രണർ, അല്ലെങ്കിൽ ആരാണ് ഒരു ഓൺട്രപ്രണർ? ആരാണ് ഒരു ഓൺട്രപ്രണർ എന്നത് തൊട്ടാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, ഇനി നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ആരാണ് ഓൺട്രപ്രണർ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഓൺട്രപ്രണർ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ഓൺട്രപ്രണർഷിപ്പ്. നോക്കൂ, ഓൺട്രപ്രണർ ആരാണ്, പുള്ളിക്കാരൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പഠിപ്പിച്ചതിന് ശേഷം ഓൺട്രപ്രണർഷിപ്പ് എന്താണെന്ന് ഇപ്പോഴേ പറയുകയാണ്. ഓൺട്രപ്രണർ ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് ഓൺട്രപ്രണർഷിപ്പ്. അപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട്, ഓൺട്രപ്രണറെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പഠിക്കാതെ ഓൺട്രപ്രണർഷിപ്പ് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളൊന്ന് മനസ്സിലാക്കടോ, ഓൺട്രപ്രണർ ആരാണോ അയാൾ ചെയ്യുന്ന ജോലിയാണ് ഓൺട്രപ്രണർഷിപ്പ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് പഠിക്കണം? ഒന്നുകൂടെ കേട്ടോ, ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ആരാണോ അയാൾ ചെയ്യുന്ന ജോലിയെയാണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓൺട്രപ്രണർ എന്ന ടോപ്പിക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലായാലല്ലേ ഓൺട്രപ്രണർഷിപ്പ് മനസ്സിലാവൂ. സോ നമുക്ക് ഈ ഫസ്റ്റ് പാർട്ട് എടുക്കാം, ഓൺട്രപ്രണർ. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓൺട്രപ്രണർ എന്നൊരു ടോപ്പിക്കാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പറ്റുമെങ്കിൽ അപ്പോൾ തന്നെ ബുക്കിലോട്ട് കുറിക്കുക. സോ നമ്മുടെ ടോപ്പിക്ക് ഇനി കംപ്ലീറ്റ് ഓൺട്രപ്രണർ ആയിരിക്കും. ഓൺട്രപ്രണർ അതൊരു ഹ്യൂമൻ ബീയിങ് ആണ്, അതൊരു വ്യക്തിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആരാണ് ഒരു ഓൺട്രപ്രണർ? നോക്കൂ, ആൻ ഓൺട്രപ്രണർ ഈസ് ആൻ ഇൻഡിവിജ്വൽ, ജീവനുള്ളൊരു മനുഷ്യനാണ്. ഒരു ഓൺട്രപ്രണർ എന്ന് വിളിക്കുന്നത് എന്നെയും നിങ്ങളെയും പോലെ ഒരു ജീവനുള്ള ഒരു മനുഷ്യനെയാണ്. അയാൾ എന്താ ചെയ്യുന്നത്? നമുക്ക് എല്ലാവരെയും ഓൺട്രപ്രണർ എന്ന് വിളിക്കാൻ പറ്റൂ? നമുക്ക് ഈ നാട്ടിൽ കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഈ പരിസരത്തുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ രാജ്യത്തുള്ള 130 കോടി ജനങ്ങളും ഓൺട്രപ്രണേഴ്സ് ആണോ? എല്ലാവരും ഇൻഡിവിജ്വൽസ് അല്ലേ? ഓൺട്രപ്രണർ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലാണ്, പക്ഷേ എല്ലാ ഇൻഡിവിജ്വൽസും ഓൺട്രപ്രണേഴ്സ് ആവത്തില്ല. അപ്പോൾ ഒരാളെ നമ്മൾ ഓൺട്രപ്രണർ എന്ന് വിളിക്കണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ആരാണ് ഒരു ഓൺട്രപ്രണർ? ആൻ ഓൺട്രപ്രണർ ഈസ് ആൻ ഇൻഡിവിജ്വൽ who tries to create something new, bears risk involved, unites various factors of production and carries out innovation. കുറേ കാര്യങ്ങൾ ചെയ്താലേ ഓൺട്രപ്രണർ ആവൂ. ഞാനോ നിങ്ങളോ ഒന്നും ഓൺട്രപ്രണർ ആവാത്തതിൻ്റെ കാര്യമല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാവരും ഓൺട്രപ്രണേഴ്സ് ആവാത്തത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവില്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഒരു ഓൺട്രപ്രണറുടെ കഴിവുകൾ എന്തൊക്കെയാണ്? ഹി മസ്റ്റ് ക്രിയേറ്റ് സംതിങ് ന്യൂ. മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഈ ലോകത്തിന് എന്തെങ്കിലും ഒരു പുതുമ കൊടുക്കണം. സംതിങ് ന്യൂ, എന്തെങ്കിലും ഒന്ന് ഈ ലോകത്ത് പുതിയതായിട്ട് കൊണ്ടുവരണം. ബേഴ്സ് റിസ്ക് ഇൻവോൾവ്, എല്ലാ തരത്തിലുള്ള റിസ്ക്കും ഏറ്റെടുക്കാൻ തയ്യാറാവണം. യുണൈറ്റ്സ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ് ലേബർ ക്യാപിറ്റൽ, ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇതിനെ മൂന്നിനെ ഒന്നിപ്പിക്കുന്ന പരിപാടിയാണ് ഈ ഓർഗനൈസേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഈ ലാസ്റ്റ് ജോലി ചെയ്യുന്നയാളെയാണ് ഓൺട്രപ്രണർ എന്ന് വിളിക്കുന്നത്. നമുക്ക് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ലാൻഡ്,
ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. നോക്കൂ, ലാൻഡ് എന്താണെന്നറിയാം, ലേബർ അറിയാം, ക്യാപിറ്റൽ അറിയാം. ഈ ലാൻഡും ലേബറും ക്യാപിറ്റലും കൂടെ ചേർത്ത് അതിനെ ഒരു ബിസിനസ് ഫോമിലേക്ക് മാറ്റുന്ന ആക്ടിവിറ്റിയാണ് ഈ അടുത്ത ഓർഗനൈസേഷൻ. ഇത് ചെയ്യുന്നയാളെയാണ് ഓൺട്രപ്രണർ എന്ന് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഈ 3 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെയും ഓർഗനൈസ് ചെയ്യുക എന്നതും നമ്മളൊരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇത് ഇൻറ്റാഞ്ചിബിൾ ആണ്. നമുക്ക് പ്രധാനമായിട്ടും നിങ്ങളിപ്പോൾ ചോദിച്ച ചട്ടപ്പെട്ട ആൻസർ പറയും. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ക്ലാസ്സിൽ ചോദിക്കുവാണ് ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഒരു രക്ഷയില്ല, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഇങ്ങനെ അങ്ങ് പറയും. പക്ഷേ ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ലാൻഡും ലേബറും ക്യാപിറ്റലും കറക്റ്റായിട്ട് ഒരു മിക്സപ്പായിട്ട് കൊണ്ടുവന്ന് അതിനെ ഒരു ബിസിനസ് ആക്കുന്നതാണ് ഓർഗനൈസേഷൻ. അപ്പോൾ ഈ പറയുന്ന 4ാമത്തെ ആക്ടിവിറ്റി ഒരു ഇൻറ്റാഞ്ചിബിൾ സർവീസാണ്. ഈ 4ാമത്തെ ആക്ടിവിറ്റി നിന്ന് ചെയ്യുന്നയാളാണ് ഓൺട്രപ്രണർ. അപ്പോൾ ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ച് അയാളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പുള്ളിക്കാരൻ ലാൻഡും ലേബറും ക്യാപിറ്റലുമാണ് കമ്പൈൻ ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്. ആ ജോലി ഓൺട്രപ്രണർ ചെയ്യുന്ന ആ ജോലിയാണ് നമ്മൾ ഈ 4ാമത്തെ ഒരു ഇൻറ്റാഞ്ചിബിൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനായിട്ട് പഠിച്ചുകൊണ്ട് നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമുക്ക് കാണാൻ പറ്റുന്ന ടാഞ്ചിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ 3 എണ്ണമേ ഉള്ളൂ. ദാറ്റ് ഈസ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. ഇതിനെ 3നെയും ഒന്നിപ്പിക്കുക. ഇത് 3 കിടന്നാൽ ബിസിനസ് നടക്കുമോ? ഒരിടത്ത് ലാൻഡും വേറൊരു സ്ഥലത്ത് ലേബറും വേറൊരു സ്ഥലത്ത് പൈസ ഇരുന്നാൽ ബിസിനസ് ആകുമോ? ഇതിനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നൊരു ബിസിനസ്സാക്കി മാറ്റണം. ആ പ്രവൃത്തിയാണ് നിങ്ങൾ ഈ പറയുന്ന ഓർഗനൈസേഷൻ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എന്ന് പഠിച്ചിട്ടില്ലേ? ഈ 4ാമത്തെ ജോലി ചെയ്യുന്നയാളാണ്, ആ വ്യക്തിയാണ് ഓൺട്രപ്രണർ. യുണൈറ്റ്സ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ആ 3 എണ്ണേ വരത്തോളൂ. ലാൻഡും ലേബറും ക്യാപിറ്റലും കൂടെ യുണൈറ്റ്സ്, ഒന്നിപ്പിക്കുന്ന ആക്ടിവിറ്റിയാണ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്നയാൾ, അതാണ് ഓൺട്രപ്രണർ. അപ്പോൾ ചോദിച്ചാൽ പരീക്ഷയ്ക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. ഇങ്ങനെ തന്നെ എഴുതണം നിർബന്ധമില്ല. അദ്ദേഹം റിസ്ക് കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാവുന്ന പോലെ എഴുതിയാൽ മതി. ഇപ്പോൾ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓർഗനൈസ് ചെയ്യുന്ന ആളാണ്, സംതിങ് ന്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്, റിസ്ക് ഇൻവോൾവ് ആണെങ്കിൽ അത് ബെയർ ചെയ്യുന്ന ആളാണ്, ഏതെങ്കിലും തരത്തിലുള്ള ഇന്നോവേഷൻസ് കൊണ്ടുവരുന്ന ആളാണ്. ഇതിനെയാണ് നമ്മൾ ഓൺട്രപ്രണർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ് ഒരു ഓൺട്രപ്രണർ. പരീക്ഷയ്ക്ക് ചോദിക്കാം ഹൂ ഈസ് ആൻ ഓൺട്രപ്രണർ എന്നൊക്കെ, അത് 1 മാർക്ക് ഉറപ്പിക്കണം. ഓക്കെ, ഇത് വേണമെങ്കിൽ ഇതും കൂടെ നോക്കിക്കോ. An entrepreneur is an individual who bears the risk of operating a business in the face of uncertainty about the future condition. ഇതിനകത്ത് കൂടുതലും സ്ട്രെസ് ചെയ്യുന്നത് റിസ്ക് എടുക്കണമെന്നാണ്. ശരിക്കും റിസ്ക് ആണോ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ? റിസ്ക് ആണ്. കാര്യം നമുക്ക് ഫിക്സഡ് ആയിട്ട് നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ലാൻഡും ലേബറും ക്യാപിറ്റലും ഓർഗനൈസ് ചെയ്യുന്ന ആളാണെന്ന് പറയാം, പുതിയതായിട്ട് എന്തെങ്കിലും ലോകത്തിന് കൊണ്ടുവരുന്ന ആളാണ്, റിസ്ക് എടുക്കുന്ന ആളാണ്, ഇന്നോവേഷൻ കൊണ്ടുവരുന്ന ആളാണ്. ഇങ്ങനെ എല്ലാം ഒരു ഓൺട്രപ്രണറുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ അദ്ദേഹത്തിനാണ് നമ്മൾ ഓൺട്രപ്രണർ എന്ന് വിളിക്കുന്നത്. പിന്നെ ഒരു പ്രശസ്തമായൊരു ചോദ്യമാണ്, ഈ ഓൺട്രപ്രണറും മാനേജറും ഒന്നാണോ? ഇത് ചോദിക്കാം, പരീക്ഷയ്ക്ക് 4 മാർക്കിന് ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺട്രപ്രണർ ആൻഡ് മാനേജർ. ഓൺട്രപ്രണർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് സത്യത്തിൽ ഓൺട്രപ്രണറാണ് ബിസിനസ്സിൻ്റെ മുതലാളി. ബിസിനസ് നടത്തുന്നത് ഓൺട്രപ്രണറാണ്. മാനേജർ എന്ന് പറയുന്നത് ആ ബിസിനസ്സിനെ ഇനി മുന്നോട്ട് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരു തൊഴിലാളി മാത്രമാണ്, ഒരു സെർവൻ്റാണ്. അതാണ് ഏറ്റവും നല്ല എക്സ്പ്ലനേഷൻ. ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ബിസിനസ് നടത്തുന്ന മുതലാളി. മാനേജർ എന്ന് പറയുന്നത് ആ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യാനായിട്ട് ഓൺട്രപ്രണർ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാഫ് മാത്രമാണ്. ഇതാദ്യം ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ആ മീനിങ് നോക്കിയേ. 3 കോളമായിട്ടാണ്. ഫസ്റ്റ് കോളത്തിൽ ബേസിസ് ഓഫ് ഡിഫറൻസ് ഉണ്ട്. ഫസ്റ്റ് മീനിങ് ആണ്. ഓൺട്രപ്രണറുടെയും മാനേജറുടെയും മീനിങ് എന്താണെന്ന് നോക്കാം. ഓൺട്രപ്രണർ ഈസ് ആൻ ഇൻഡിവിജ്വൽ ഹൂ ക്രിയേറ്റ്സ് ആൻ എൻ്റർപ്രൈസ്, ഓർഗനൈസ്സ് പ്രൊഡക്ഷൻ ആൻഡ് അണ്ടർടേക്സ് റിസ്ക് ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്സ് ഓപ്പറേഷൻ. അതാണ് ഞാൻ പറയുന്ന ഒരു ബിസിനസ് തുടങ്ങി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾ, ബിസിനസ്സിൻ്റെ മുതലാളി, അതാണ് ഓൺട്രപ്രണർ. ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നയാൾ, അതാണ് ഓൺട്രപ്രണർ. അപ്പോൾ ആരാ മാനേജർ? മാനേജർ എന്ന് പറയുന്നത് ഓൾറെഡി ബിസിനസ് ഓൺട്രപ്രണർ തുടങ്ങി കഴിയണം. ബിസിനസ്സിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലൊന്നും മാനേജർമാർ കാണത്തില്ല. ബിസിനസ് ഓൾറെഡി എക്സിസ്റ്റ് ആയി കഴിഞ്ഞു, അതിനുശേഷം ആ ബിസിനസ്സിൻ്റെ റിസോഴ്സസ് മാനേജ് ചെയ്യാനായിട്ട് വരുന്നയാളാണ് മാനേജർ. അപ്പോൾ മാനേജർ അല്ല ബിസിനസ്സിൻ്റെ മുതലാളി. മനസ്സിലാവുന്നുണ്ടോ? ഓൺട്രപ്രണർ എന്ന് പറയുന്നയാളാണ് ബിസിനസ് യഥാർത്ഥത്തിൽ തുടങ്ങി അതിൻ്റെ റിസ്ക് എല്ലാം ഏറ്റെടുക്കുന്നയാൾ. ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഓണർ. ആ ബിസിനസ്സിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഓൺട്രപ്രണർ അപ്പോയിൻ്റ് ചെയ്യുന്നയാളാണ് മാനേജർ. അങ്ങനെ തന്നെ പഠിക്കുക.
മോട്ടീവ്, ഓൺട്രപ്രണറുടെ മോട്ടീവ് എന്താണ്, മാനേജറുടെ മോട്ടീവ് എന്താണെന്ന് നോക്കാം. ദ മെയിൻ മോട്ടീവ് ഓഫ് ഓൺട്രപ്രണർ ഈസ് ടു സ്റ്റാർട്ട് ആൻഡ് റൺ എ ബിസിനസ്. ഒരു ബിസിനസ് തുടങ്ങുക, അത് മുന്നോട്ട് ഓടിച്ചുകൊണ്ട് പോവുക, അതാണ് ഓൺട്രപ്രണർ. എന്നാൽ മാനേജറുടെ ജോലി എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് യൂണിറ്റിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അയാളുടെ മനസ്സിൽ ബിസിനസ് തുടങ്ങണമെന്നില്ല. അപ്പോൾ ഒരു ഓൺട്രപ്രണറുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഒരു ബിസിനസ് തുടങ്ങണം, അത് മുന്നോട്ട് പോകണം. മാനേജറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഓൾറെഡി മറ്റൊരാൾ തുടങ്ങിക്കഴിഞ്ഞ ബിസിനസ്സിനെ മാനേജ് ചെയ്തുകൊണ്ട് പോവുക. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റാറ്റസ്. ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ഓണറാണ്, മുതലാളിയാണ്. മാനേജറോ തൊഴിലാളിയാണ്, ശമ്പളക്കാരനാണ്. ഓക്കെ. റിസ്ക് ബെയറിങ്, ഓൺട്രപ്രണറാണ് എല്ലാ റിസ്ക്കും ഏറ്റെടുക്കേണ്ടത്. ബിസിനസ്സിൻ്റെ എല്ലാ റിസ്ക്കും ഏറ്റെടുക്കേണ്ടത് മുതലാളിയാണ്. മാനേജർ എന്ന് പറയുന്നത് അവിടുത്തെ തൊഴിലാളിയാണ്. അയാൾ റിസ്ക് ഒന്നും ഏറ്റെടുക്കത്തില്ല. അയാളുടെ ജോലി ചെയ്യും, ശമ്പളം വാങ്ങും. റിസ്ക് ബെയറിംഗ് കപ്പാസിറ്റിയും റിസ്ക് ബെയറിങ്ങിൻ്റെ എല്ലാ സാധ്യതകളും ഓൺട്രപ്രണർക്ക് മാത്രമാണ്. മാനേജർ ഒരിക്കലും ബിസിനസ്സിൻ്റെ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. അപ്പോൾ ഈ പോയിന്റുകൾ ഒന്നും കൂടെ നോക്കിക്കോ, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ഓൺട്രപ്രണർ, ആരാണ് മാനേജർ? ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ മുതലാളിയാണ്. ഒരു ബിസിനസ്സിന് ആവശ്യമായ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന് എല്ലാ റിസ്ക്കും ഏറ്റെടുത്ത് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു പുതുമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഓൺട്രപ്രണർ. എന്നാൽ മാനേജറോ, ഓൾറെഡി ഓൺട്രപ്രണർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ ഒരു ബിസിനസ്സിൻ്റെ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാനായിട്ട് വരുന്നയാൾ, അതാണ് മാനേജർ. അതാണ് മീനിങ്. മോട്ടീവ് എന്താ? ഓൺട്രപ്രണറുടെ ഉദ്ദേശം എന്താ? ഒരു ബിസിനസ് തുടങ്ങണം, അത് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. മാനേജറുടെ മോട്ടീവ് എന്താണ്? പുള്ളിക്കാരൻ്റെ ജോലി എന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയി കഴിഞ്ഞൊരു ബിസിനസ്സിനെ മുന്നോട്ട് പതുക്കെ മാനേജ് ചെയ്തുകൊണ്ട് പോവുക. സ്റ്റാറ്റസ്, ഓൺട്രപ്രണറാണ് മുതലാളി, ഓൺട്രപ്രണറാണ് ഓണർ. മാനേജർ ഒരു തൊഴിലാളിയാണ്, ഒരു സ്റ്റാഫാണ്. റിസ്ക് എല്ലാം ഏറ്റെടുക്കുന്ന ആരായിരിക്കും? ഓൺട്രപ്രണറാണോ മാനേജറാണോ റിസ്ക് എടുക്കുന്നത്? കംപ്ലീറ്റ് റിസ്ക്കും മുതലാളിക്കാണ്. ബിസിനസ്സിൻ്റെ റിസ്ക് ഏറ്റെടുക്കുന്നത് എപ്പോഴും മുതലാളിമാരാണ്. മാനേജർ അത്തരത്തിലുള്ള റിസ്ക്കുകൾ ഏറ്റെടുക്കില്ല. തീർന്നിട്ടില്ല. റിവാർഡ്, മുതലാളിക്ക് കിട്ടുന്നത് പ്രോഫിറ്റാണ്. ഓൺട്രപ്രണറുടെ റിവാർഡാണ് പ്രോഫിറ്റ്. അപ്പോൾ മാനേജർക്ക് റിവാർഡായിട്ട് എന്ത് കിട്ടും? മാനേജർ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ സ്റ്റാഫല്ലേ, മര്യാദയ്ക്ക് സാലറി കൊടുത്തോണം. അപ്പോൾ മാനേജർക്ക് സാലറി കൊടുക്കും, ഓൺട്രപ്രണർക്കോ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അത് നല്ല പോയിൻ്റാണ് കേട്ടോ. ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന റിവാർഡാണ്. ഓൺട്രപ്രണർക്ക് പ്രോഫിറ്റാണ് കിട്ടുന്നത്, മാനേജർക്ക് സാലറിയാണ് കിട്ടുന്നത്. ഇതൊക്കെ പഠിക്കാൻ പറ്റുമല്ലോ പെട്ടെന്ന്. ഇന്നൊവേഷൻ ഈ പറയുന്ന ഓൺട്രപ്രണറാണ് ഒരു ഇന്നൊവേറ്ററായിട്ട് പരിഗണിക്കേണ്ടത്. അതായത് ഈ ഓൺട്രപ്രണറാണ് നമ്മളെ സംബന്ധിച്ച് ആ ബിസിനസ് അതായത് സമൂഹത്തിലേക്ക് എന്തെങ്കിലും ഒരു പുതുമ കൊണ്ടുവരേണ്ടുന്നത് ഓൺട്രപ്രണറാണ്. മാനേജറുടെ ജോലി എന്ന് പറയുന്നത് ഓൺട്രപ്രണറുടെ ഐഡിയ കുറച്ചുകൂടി എക്സ്പെർട്ടൈസ് ചെയ്ത് അതിനെ പ്രാക്ടീസിലോട്ട് കൊണ്ടുവരിക. അല്ലാതെ മാനേജർ ഒന്നും ചെയ്യരുതെന്നല്ല ഞാൻ പറഞ്ഞത്. മുതലാളി ഇങ്ങനെ ചോദിക്കും, എടോ മാനേജറെ, നമുക്ക് നമ്മുടെ ഈ പറയുന്ന ഈ ബിസിനസ്സിനകത്ത് ഇങ്ങനെ ഒരു ബിസിനസ്സും കൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്രാഞ്ച് തുടങ്ങിയാലോ, അല്ലെങ്കിൽ നമുക്കൊരു പുതിയ രീതിയിലൊരു പ്രോഡക്റ്റ് ഇറക്കിയാലോ എന്നൊക്കെ ചോദിക്കും. പുള്ളിക്കാരൻ്റെ ഒരു ഐഡിയ പറയും, ഇങ്ങനെ ഒന്ന് ഇറക്കിയാലോ. അപ്പോൾ മാനേജർ എന്ന് പറയുമ്പോഴത്തേക്ക് വെൽ ക്വാളിഫൈഡ് ആയിരിക്കും. പുള്ളിക്കാരൻ അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഡൂസ് ആൻഡ് ഡോൺസും നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊള്ളാമെന്നുണ്ടെങ്കിൽ ആ മുതലാളി അത് കൊള്ളാം, നമുക്കത് വർക്കൗട്ട് ചെയ്യാം, അങ്ങനെ സഹായിക്കേണ്ട ആളാണ് മാനേജർ. അല്ലാതെ മാനേജർ അല്ല വന്നു നിന്നിട്ട് മുതലാളി നമുക്കൊരു പുതിയ പ്രോഡക്റ്റ് ഇറക്കാം. അത് തുടക്കം ഇട്ട് കൊടുക്കേണ്ടത് മുതലാളി തന്നെയാണ്. ഇപ്പോൾ എക്സാമ്പിൾ മാനേജറോട് പറയുവാണ്, നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യണ്ടേ, എത്ര നാളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്നത്, ഇപ്പോൾ കണ്ടോ മറ്റ് ബിസിനസ്സുകാരൊക്കെ പോണ പോക്ക് കണ്ടോ, തൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അങ്ങനെ പറയുന്നത് പോലും ഒരു ഇന്നൊവേറ്ററുടെ ലക്ഷണമാണ്. എന്തെങ്കിലും ഒരു പുതുമ കൊണ്ടുവരാൻ മുതലാളിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ മാനേജർക്ക് പിന്നെ അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റൂ. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചൊരു ചോദ്യം പ്രതീക്ഷിക്കാം. മാനേജർമാർ നല്ല കഴിവുള്ളവരല്ലേ, അവർക്കും ഇന്നൊവേഷൻ കൊണ്ടുവന്നൂടെ? തീർച്ചയായിട്ടും ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പക്ഷേ മുതലാളി സമ്മതിച്ചാലല്ലേ മാനേജർ അതിനകത്ത് കിടന്ന് വർക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. അറ്റ്ലീസ്റ്റ് മുതലാളി ഇങ്ങനെങ്കിലും പറയണ്ടേ, ഇങ്ങനെയൊന്നും പോയാൽ പോരാ മാനേജറെ, നമുക്കും എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യണ്ടേ എന്നൊന്ന് പറഞ്ഞാലല്ലേ മാനേജർക്ക് ചിന്തിക്കാൻ പറ്റൂ. ആ പറച്ചിൽ തന്നെയാണ് ഇന്നൊവേഷൻ. ഒരു പുതുമ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നതും നമ്മൾ ഈ പറയുന്നത് ഇന്നൊവേറ്ററാണ്. അപ്പോൾ ഓൺട്രപ്രണറാണ് ഒരു ഇന്നൊവേഷന് തുടക്കമിടുന്നത്. മാനേജർ വേണം അതിനെ ഒരു ഐഡിയയെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രാക്ടീസിലോട്ട് കൊണ്ടുവരാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വാളിറ്റി ആൻഡ് ക്വാളിഫിക്കേഷൻ. നോക്കൂ, ഒരു ഓൺട്രപ്രണർക്ക് വ്യക്തമായ ക്വാളിഫിക്കേഷൻ വേണമെന്ന് നിർബന്ധമില്ല. 10ാം ക്ലാസ് ജയിച്ചാലേ ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷേ ക്വാളിറ്റീസ് വേണം. രണ്ടും രണ്ടാകട്ടോ. നമ്മളിപ്പോൾ ഡിഗ്രിയൊക്കെ എടുക്കുമ്പം ക്വാളിഫിക്കേഷൻ കിട്ടും, അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടോ എന്നതാണ് ഒരു പ്രശ്നം. ഒരു ഓൺട്രപ്രണർക്ക് ക്വാളിഫിക്കേഷൻ നിർബന്ധമൊന്നുമല്ല.
പുള്ളി MCOM പാസ്സാവണം, MBA പാസ്സാവണം, അങ്ങനൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കടയൊക്കെ ഇടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ബിസിനസ്സുകാർ എല്ലാവരും ഒരു പെർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ ഉള്ളവരാവണ്ടേ? അങ്ങനൊന്നുമില്ല. പക്ഷേ കുറേ ക്വാളിറ്റീസ് വേണം, കുറേ ക്വാളിറ്റീസ് വേണം. അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം. നിങ്ങൾ ഓർക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഓൺട്രപ്രണർക്ക് ക്വാളിറ്റീസ് നിർബന്ധമാണ്, പക്ഷേ ക്വാളിഫിക്കേഷൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ മാനേജർ അങ്ങനല്ല. നമ്മളാരും അങ്ങനെ 8ാം ക്ലാസ് തോറ്റവനെ പിടിച്ച് മാനേജർ ആക്കത്തില്ല. മാനേജർ മിക്കവാറും MBA കാരനായിരിക്കും, അല്ലെങ്കിൽ എന്തൊരു ചാർട്ടേഡ് അക്കൗണ്ട് ആയിരിക്കും, എന്തോ ആയിക്കോട്ടെ. പുള്ളിക്കാരന് വ്യക്തമായ ക്വാളിഫിക്കേഷനും വേണം, അതനുസരിച്ചുള്ള ക്വാളിറ്റിയും വേണം. അപ്പോൾ ഇത്രയുമാണ് മുതലാളിയും മാനേജറും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, മാനേജർ എന്ന് പറയുന്നത് വെറുമൊരു തൊഴിലാളിയല്ല, ബിസിനസ്സിനെ സംബന്ധിച്ച് വലിയൊരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അല്ലാതെ ഓൺട്രപ്രണറും പിയൂണും തമ്മിലുള്ള വ്യത്യാസം അല്ല പഠിച്ചിരിക്കുന്നത്. ഓൺട്രപ്രണറും ബിസിനസ്സിനകത്തുള്ള പിയൂണും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിക്കത്തില്ല. ഓൺട്രപ്രണറോളം തന്നെ ബിസിനസ്സിനകത്ത് റോളുള്ള ഒരാളാണ് ഈ മാനേജർ. മാനേജർ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ തലതൊട്ടപ്പം തന്നെയാണ്. അതായത് ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ആളാണ് മാനേജർ. പക്ഷേ അതിനേക്കാളും ഒരുപടി മുകളിൽ നിൽക്കും നമ്മുടെ മുതലാളി. മുതലാളിയുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് മാനേജർമാർ പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള നല്ലൊരു ചോദ്യമാണ്, ഓൺട്രപ്രണറും മാനേജറും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ അതിനേക്കാളും വലിയൊരു കാര്യമാണ് ഈ വരാൻ പോണത്. ഓൺട്രപ്രണറും മാനേജറും ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാം കുറേ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അതിപ്പം ഇത്രയും തന്നെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ എഴുതും. എന്നാൽ ഇതാളൊരല്പം പ്രശ്നക്കാരനാണ്. ഇത് കുറച്ചുകൂടി പോസിബിലിറ്റി കൂടുതലാണ് പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്നൊരു ചോദ്യമാണ്. ഇപ്പോൾ ഈ പഠിപ്പിക്കാൻ പോകുന്ന, നിങ്ങളിപ്പോൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ കേരള യൂണിവേഴ്സിറ്റിയിൽ 4 മാർക്കിൻ്റെ ഒരു സ്ഥിരം പാറ്റേൺ ക്വസ്റ്റ്യനാണ്. 2 വാക്കാണ്. ആദ്യത്തെ ഈ വാക്ക് കേട്ട് നിങ്ങളിപ്പോൾ മടുത്ത് കാണും. ഓൺട്രപ്രണർ അതവിടെ നിൽക്കട്ടെ, ചെറിയൊരു മാറ്റം വരുത്തി, പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ഒന്നും അല്ല കേട്ടോ, അതങ്ങനെ തന്നെയാണ് വായിക്കേണ്ടത്. ഇൻട്രാപ്രണർ, ഓൺട്രപ്രണർ, ഇൻട്രാപ്രണർ, ഈ 2 വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഇതിൻ്റെ വ്യത്യാസം പറഞ്ഞു തരാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. വെറുതെ ടെക്സ്റ്റ് വായിക്കുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. മിസ്റ്റർ എക്സ് എന്ന് പറയുന്നത് ഒരു ഓൺട്രപ്രണറാണെന്ന് വിചാരിക്കുക. ഓൺട്രപ്രണർ ആരാന്ന് നിങ്ങൾക്കറിയാം, ബിസിനസ് തുടങ്ങി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന മുതലാളി. അപ്പോൾ മിസ്റ്റർ എക്സ് ഒരു ഓൺട്രപ്രണറാണ്, പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഒരു ബിസിനസ് നടത്തുന്നുണ്ട്. ഈ മിസ്റ്റർ എക്സിൻ്റെ ബിസിനസ് സോപ്പാട്ടോ, സോപ്പ് മാനുഫാക്ചറിങ് ആണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. മിസ്റ്റർ എക്സിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് സോപ്പ് മാനുഫാക്ചറിങ് ആണ്. പുള്ളിക്ക് 2 സോപ്പുണ്ട്, അതായത് 2 പേരിൽ അങ്ങനെയൊക്കെ ഇറക്കും. ഇപ്പം ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ അല്ലേ ഈ പറയുന്ന എല്ലാ സോപ്പുകളും. അപ്പം മിസ്റ്റർ എക്സിന് 2 പേരിൽ സോപ്പുണ്ട്. ഓക്കെ, സോപ്പുകളുടെ പേര് A എന്നും B എന്നും. ഇത്രയും മനസ്സിലായോ? ഇത് മിസ്റ്റർ എക്സ്. മിസ്റ്റർ എക്സ് ഒരു ഓൺട്രപ്രണറാണ്. ആ ഓൺട്രപ്രണർ ചെയ്യുന്ന ജോലി സോപ്പ് എന്ന് പറയുന്നത് നിർമ്മിച്ച് വിൽക്കുക, അതാണ് നമ്മുടെ ജോലി. ഓക്കെ, അപ്പോൾ മിസ്റ്റർ എക്സിന് എത്ര സോപ്പുണ്ട്? 2 പേരിലാണല്ലോ സോപ്പ് ഇറക്കുന്നത്. 2ഉം എക്സിൻ്റെ തന്നെ, എക്സ് ലിമിറ്റഡ് എന്തോ ആയിക്കോട്ടെ. 2ൻ്റെയും മുതലാളി എക്സ് തന്നെ, പക്ഷേ അയാൾ മാർക്കറ്റ് പിടിക്കാനായിട്ട് 2 പേരിട്ടാണ് ഈ സോപ്പ് ഇറക്കുന്നത്. A എന്ന പേരിലും സോപ്പുണ്ട്, B എന്ന പേരിലും സോപ്പുണ്ട്. ഇതൊക്കെ പോസിബിളായ കാര്യങ്ങളാണ്. കാര്യം നമ്മൾ ഈ പറയുന്ന പല കമ്പനികളും അവരുടെ സ്വന്തം പ്രോഡക്റ്റ് തന്നെയാണ് പല പേരിൽ ഇറക്കുന്നത്. നമ്മൾ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ തന്നെയാണ് നമ്മൾ ഈ കാണുന്ന സോപ്പുകളെല്ലാം. എന്ന് പറയുന്ന പോലെ മിസ്റ്റർ എക്സ് ഒരു ഓൺട്രപ്രണറാണ്. അയാൾ 2 സോപ്പാണ് മാർക്കറ്റിൽ എത്തിച്ചിരിക്കുന്നത്. A എന്ന പേരിലൊരു സോപ്പും B എന്ന പേരിലൊരു സോപ്പും. നോക്കൂ, ഇനി ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടോണേ. A എന്ന് പറയുന്ന സോപ്പിൻ്റെ ചാർജ്, അതായത് ആ ബിസിനസ് നോക്കി നടത്താനുള്ള എല്ലാ കാര്യങ്ങളും, A എന്ന സോപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും മിസ്റ്റർ വൈ അങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാണ്. മിസ്റ്റർ വൈ ഇവിടെ വരൂ. എന്താ സാർ? അപ്പോൾ മിസ്റ്റർ വൈ പറയുവാണ്, നമ്മുടെ A എന്ന പേരിലുള്ള സോപ്പ് നീ വേണം നോക്കാൻ. മര്യാദയ്ക്ക് A എന്ന സോപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും, അതിൻ്റെ പ്രൊഡക്ഷനും മാർക്കറ്റിങ്ങും അഡ്വർടൈസിങ്ങും എല്ലാം ഞാൻ നിന്നെ അങ്ങ് ഏൽപ്പിക്കുവാണ്. മിസ്റ്റർ എക്സിൻ്റെ തന്നെയാണ് A എന്ന സോപ്പും B എന്ന സോപ്പും. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ എക്സിന് സമയമില്ലാത്തത് കൊണ്ട് A എന്ന സോപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും മിസ്റ്റർ വൈ അങ്ങ് ഏൽപ്പിച്ചു. അപ്പോൾ B എന്ന സോപ്പിൻ്റെ കാര്യങ്ങൾ മിസ്റ്റർ ഇസഡിനെ ഏൽപ്പിച്ചു. മിസ്റ്റർ ഇസഡിനെ വിളിച്ചിട്ട് പറയുവാണ്, ഇയാൾ വേണം എൻ്റെ B എന്ന സോപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ മിസ്റ്റർ വൈ എന്ന് പറയുന്നത് A എന്ന സോപ്പിൻ്റെ ഒരു ഓൺട്രപ്രണറുടെ റോള് തന്നെയാണ് എടുക്കുന്നത്. അതായത് A എന്ന സോപ്പ് മാർക്കറ്റിൽ എത്തിച്ച് നല്ല രീതിയിൽ കച്ചവടം ചെയ്യണം എന്നത് മിസ്റ്റർ വൈയുടെ പ്രസ്റ്റീജിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ മിസ്റ്റർ വൈയെ സംബന്ധിച്ച് അയാൾ A എന്ന സോപ്പിൻ്റെ ഒരു ഉടമസ്ഥൻ്റെ സ്ഥാനത്ത് നിന്ന് തന്നെ ജോലി ചെയ്യും. കാര്യം Aയും Bയും മാർക്കറ്റിൽ കോമ്പറ്റീറ്റേഴ്സാണ്. നോക്കൂ, ഏതെങ്കിലും ഒരു സോപ്പ് ഒരുപാട് വിറ്റുപോയി കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ക്ഷീണമാണ്. ഇസഡും അതുപോലെ തന്നെ നിൽക്കും. ഇസഡ് എന്ന് പറയുന്നത് സ്വന്തം കുഞ്ഞിനെ പോലെ B എന്ന സോപ്പ് സ്വന്തം സോപ്പ്, അതായത് ഞാനാണ് B എന്ന സോപ്പിൻ്റെ മുതലാളി എന്ന രീതിയിൽ തന്നെ ഇസഡ് വർക്ക് ചെയ്യും. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ?
ഒരു ഓൺട്രപ്രണർക്ക് 2 അതിലധികമോ പ്രോഡക്റ്റ് വരുമ്പോൾ ഓരോരുത്തരും അവരുടെ ചാർജ് അങ്ങ് ഏൽപ്പിക്കും. ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന പ്രോഡക്റ്റിൻ്റെ മുതലാളിമാരെ പോലെ തന്നെ അവരുടെ നിന്ന് വർക്ക് ചെയ്യും. കാര്യം എന്തെങ്കിലും തരത്തിൽ ഉഴപ്പിക്കഴിഞ്ഞാൽ എയുടെ ഡിമാൻഡ് കിട്ടത്തില്ല, ബിക്ക് നല്ല ഡിമാൻഡ് ഉണ്ടെങ്കിൽ അത് ഇസഡിന് ഗുണം ചെയ്യും. അപ്പോൾ ഇവർ നല്ല രീതിയിൽ ഇവർ 2 പേരും എക്സിൻ്റെ തൊഴിലാളികളാണെങ്കിൽ പോലും നല്ല മത്സരമായിരിക്കും. എടോ വൈയും ഇസഡും ഇവർ 2 പേരും എക്സിൻ്റെ തൊഴിലാളികളാണ്, രണ്ടും ഒരേ കമ്പനിയുടെ പ്രോഡക്റ്റാണ്, അതൊക്കെ ശരി തന്നെ. പക്ഷേ മാർക്കറ്റിൽ ഒടുക്കത്തെ കോമ്പറ്റീഷൻ ആയിരിക്കും, ഇവന്മാർ തമ്മിലായിരിക്കും നല്ല മത്സരം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എക്സിൻ്റെ തൊഴിലാളികൾ തന്നെയാണ് വൈയും ഇസഡും, പക്ഷേ അവർ തമ്മിൽ ഭയങ്കര മത്സരമോ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവരൊരു ബിസിനസ്സുകാരെ പോലെയാണ് പെരുമാറുന്നത്. ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെയോ പെർട്ടിക്കുലർ സർവീസിൻ്റെയോ പൂർണ്ണ ചുമതലയങ്ങ് ഏൽപ്പിച്ചിട്ട് ഇനി അതെല്ലാം നീ നോക്കിക്കോണം എന്ന രീതിയിലങ്ങ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ തൊഴിലാളികളായ വൈയും ഇസഡും ആ പ്രോഡക്റ്റിൻ്റെ സ്വന്തം മുതലാളിമാരെ പോലെ തന്നെ അവിടെ നിന്ന് വർക്ക് ചെയ്യും. അത്തരത്തിലുള്ള ആൾക്കാരെയാണ് ഇൻട്രാപ്രണേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ കേസിൽ എക്സ് ഓൺട്രപ്രണറാണ്, എയും ബിയും ഇൻട്രാപ്രണേഴ്സാണ്. അതായത് ഒരു ഓൺട്രപ്രണർ ചെയ്യേണ്ടുന്ന എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്, എന്നാൽ അവർ മറ്റൊരു യഥാർത്ഥ ഓൺട്രപ്രണറുടെ കീഴിലായിരിക്കും. ഈ പറഞ്ഞ പോയിൻ്റ് ഒന്നും കൂടെ പറയാം. ഒരു ഓൺട്രപ്രണർ ചെയ്യുന്ന എല്ലാ ജോലികളും ഈ ഇൻട്രാപ്രണേഴ്സ് ചെയ്യണം. മനസ്സിലായില്ല? എ എന്ന പ്രോഡക്റ്റിന് വേണ്ടുന്ന ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എല്ലാം ഓർഗനൈസ് ചെയ്യാനായിട്ട് കിടന്ന് ഓടേണ്ടത് വൈ തന്നെയാണ്. എയുടെ പ്രൊഡക്ഷൻ നോക്കണം, എയുടെ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണം, എക്ക് വേണ്ടുന്ന മാർക്കറ്റ് ചെയ്യണം, എക്ക് വേണ്ടുന്ന സെല്ലിംഗ് പ്രൊമോഷൻ കൊടുക്കണം, എക്ക് വേണ്ടുന്ന അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം, എക്ക് വേണ്ടുന്ന എല്ലാ, അതായത് എ എന്ന പ്രോഡക്റ്റ് വൈയുടെ ആണ് എന്ന് വിചാരിച്ചങ്ങ് ജോലി ചെയ്തോണം. മനസ്സിലാവുന്നുണ്ട്? അപ്പം ഒരു ഓൺട്രപ്രണറുടെ സ്ഥാനത്ത് നിന്ന് തന്നെ ജോലി ചെയ്യുന്ന ജോലിക്കാരാണ് ഇൻട്രാപ്രണേഴ്സ്. പക്ഷെ അവരൊരിക്കലും റിയൽ ഓൺട്രപ്രണേഴ്സ് അല്ല. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മുതലാളി എക്സ് തന്നെയാണ്. ഹിയർ റിയൽ ഓൺട്രപ്രണർ ഈസ് മിസ്റ്റർ എക്സ്. പക്ഷേ മിസ്റ്റർ എക്സ് ഏൽപ്പിച്ചിരിക്കുന്നത് വലിയൊരു ഉത്തരവാദിത്വമാണ്. എ എന്ന പ്രോഡക്റ്റ് നീ അങ്ങ് നോക്കിക്കോണം, ബി എന്ന പ്രോഡക്റ്റ് ഇയാൾ നോക്കിക്കോണം എന്ന് പറഞ്ഞാൽ അവർ ഒരു ഓൺട്രപ്രണേഴ്സിനെ പോലെ പ്രവർത്തിക്കും. അങ്ങനത്തെ ജോലിക്കാരെയാണ് നമ്മൾ ഇൻട്രാപ്രണേഴ്സ് എന്ന് വിളിക്കുന്നത്. ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടുമോ? ഇങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മളൊരു കമ്പനിയുടെ 2-3 പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ആ ഓരോ പ്രോഡക്റ്റ് ഓരോരുത്തർ ഏൽപ്പിച്ചാൽ അത് കോമ്പറ്റീറ്റേഴ്സ് ആണെങ്കിൽ, നോക്കൂ, ഒരെണ്ണം സോപ്പ് ഒരെണ്ണം ചീപ്പും ആണെന്നുണ്ടെങ്കിൽ, എ എന്ന സോപ്പും ബി എന്ന ചീപ്പും ആണെങ്കിൽ ഇവരുമായി മത്സരിക്കത്തില്ല, അപ്പോഴും ഓൺട്രപ്രണേഴ്സായിട്ട് പറയും. പക്ഷേ ഇവിടുത്തെ കേസ് അങ്ങനല്ല. നോക്കൂ, ഇവിടെ ഏറ്റവും വലിയ മത്സരം എയും ബിയും തമ്മിലാണ്. 2 പേരും ഒരു കമ്പനിയുടെ തൊഴിലാളികളാണ്, പക്ഷേ അവർ തമ്മിൽ കണ്ണി കണ്ട ശത്രുക്കളായിരിക്കും. കാര്യം എന്താ? 2 പേരും ഒരേ ടൈപ്പ് പ്രോഡക്റ്റാണ് ചുമതല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ എയും ബിയും തമ്മിലാണ് മത്സരം. മാർക്കറ്റിൽ എയും ബിയും തമ്മിലാണ് മത്സരം. അപ്പോൾ വൈയുടെയും ഇസഡിൻ്റെയും പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണ്. അവർ സ്വന്തം പ്രോഡക്റ്റ് പോലെ തന്നെ അവർ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇവിടെ ഈ കേസിൽ വൈയും ഇസഡുമാണ് ഇൻട്രാപ്രണേഴ്സ്, എക്സ് ആണ് യഥാർത്ഥ ഓൺട്രപ്രണർ. ഇതാണ് മെയിൻ കഥ. ഓക്കെ, ഓൺട്രപ്രണർ ആരാണ്? ഇൻട്രാപ്രണർ. നോക്കിക്കോണേ, ഓൺട്രപ്രണർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ബിസിനസ് മാനാണ്. അയാൾക്ക് മുകളിൽ ആരുമില്ല. നമ്മുടെ കേസിൽ എക്സിൻ്റെ മുകളിൽ ആരുമില്ല. എന്നാൽ ആൻ ഇൻട്രാപ്രണർ വർക്ക്സ് അണ്ടർ ദ ചീഫ് എക്സിക്യൂട്ടീവ് പ്രൊമോട്ടർ. അതായത് ഈ ഓൺട്രപ്രണർ, ഈ മെയിൻ ആളുടെ താഴെയായിരിക്കും ഇൻട്രാപ്രണർ വർക്ക് ചെയ്യുന്നത്. എൻ്റെ എക്സാമ്പിൾ മനസ്സിലായല്ലോ. ആൻ ഓൺട്രപ്രണർ ഹിംസെൽഫ് റൈസ് ദ ക്യാപിറ്റൽ. നമ്മുടെ ഈ പറയുന്ന പ്രോഡക്റ്റിന് ആവശ്യമായ ക്യാപിറ്റൽ എല്ലാം റൈസ് ചെയ്തിട്ട് കൊടുക്കുന്ന ഓൺട്രപ്രണർ തന്നെയാണ്. ഇൻട്രാപ്രണറുടെ ജോലി എന്ന് പറയുന്നത് ആ ഓൺട്രപ്രണർ അല്ലെങ്കിൽ ആ കമ്പനി റൈസ് ചെയ്ത് കൊടുക്കുന്ന ക്യാപിറ്റൽ യൂസ് ചെയ്ത് നന്നായിട്ട് ബിസിനസ് ചെയ്യുക. ഫുൾ റിസ്ക് ആർക്കായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ പോലും കംപ്ലീറ്റ് ആയിട്ട് അവസാനം അൾട്ടിമേറ്റ്ലി റിസ്ക് എടുക്കുന്ന ആരായിരിക്കും? ആ പറയുന്ന എക്സ്, ആ മെയിൻ ഓൺട്രപ്രണർ തന്നെയായിരിക്കും. പുള്ളിക്കാരൻ ഫുൾ റിസ്ക് എടുക്കണമെന്നില്ല. ഇപ്പം നമ്മൾ ഏൽപ്പിച്ച പ്രോഡക്റ്റ് ഫുൾ നഷ്ടത്തിലാണെങ്കിൽ മാക്സിമം അയാളുടെ ജോലി പോകുമായിരിക്കും, അല്ലാതെ അയാൾക്ക് വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇയാളുടെ കേസ് അങ്ങനല്ല, ചിലപ്പോൾ കടപ്പാടം വരെ പോകും. ഓക്കെ, അപ്പോൾ എപ്പോഴും റിസ്ക് ഏറ്റെടുക്കുന്ന ഓൺട്രപ്രണർ തന്നെയാണ്. ഇൻട്രാപ്രണർക്ക് അത്രയും വലിയ റിസ്ക് ഒന്നും ഏറ്റെടുക്കേണ്ടി വരത്തില്ല. ഓൺട്രപ്രണർ ഓപ്പറേറ്റ്സ് ഫ്രം ഔട്ട്സൈഡ്, മൊത്തത്തിൽ മുകളിൽ നിന്ന്, അതായത് ഒരു സൂപ്പർവിഷൻ മാത്രമേ കാണത്തുള്ളൂ. ഇൻട്രാപ്രണർ എന്ന് പറയുന്നത് ആ പറയുന്ന പ്രോഡക്റ്റിനകത്ത്, അതായത് ആ പറയുന്ന ബിസിനസ്സിനകത്തേക്ക് ഇറങ്ങി നിന്ന് വർക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞ എക്സാമ്പിളിനകത്തെ എ എന്ന സോപ്പും ബി എന്ന സോപ്പിൻ്റെയും പൂർണ്ണമായിട്ടുള്ളൊരു സൂപ്പർവിഷൻ നമ്മുടെ മെയിൻ ആൾ നോക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ ഫുള്ളായിട്ട് ഇറങ്ങി നിന്ന് വർക്ക് ചെയ്യുന്നത് ഇൻട്രാപ്രണർ ആയിരിക്കും. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എപ്പോഴും ഓർമ്മ വേണേ, അതൊക്കെ ബുക്കിലോട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ആൻ ഓൺട്രപ്രണർ ഈസ് പ്രിപ്പയർഡ് ടു വർക്ക് ഇൻ എനി കപ്പാസിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു, ഓൺട്രപ്രണറെ സംബന്ധിച്ച് പുള്ളിക്കാരനൊരു പ്രത്യേക തരം ക്വാളിഫിക്കേഷൻ വേണമെന്നില്ല.
പക്ഷേ ഇൻട്രാപ്രണർ എന്ന് പറഞ്ഞ് നമ്മൾ ഏൽപ്പിക്കുന്നവന്മാർ മന്ദബുദ്ധികളായി പോകരുത്. ചിലപ്പോൾ മിക്കവാറും അവരൊക്കെ MBA ഹോൾഡേഴ്സൊക്കെ ആയിരിക്കും. അപ്പോൾ ഇൻട്രാപ്രണർ സ്പെഷ്യലൈസ്ഡ് പേഴ്സൺസ് ആയിരിക്കണം. ഓൺട്രപ്രണറെ സംബന്ധിച്ച് പേഴ്സണൽ ഗെയിൻ തന്നെയാണ് കാര്യം, അയാൾക്ക് ലാഭം കിട്ടിയേ പറ്റൂ. ഓക്കെ, ഇൻട്രാപ്രണർക്ക് പേഴ്സണൽ ഗെയിൻ മീൻസ് സാലറി കിട്ടുമെങ്കിൽ പോലും ബിസിനസ് സ്മൂത്തായിട്ട് പോകാനായിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ കേസിൽ എക്സ് ഓൺട്രപ്രണർ, അയാൾക്ക് 2 സോപ്പ് എയും ബിയും. എ നോക്കുന്നത് Y ആണ്, ബി നോക്കുന്നത് Z ആണ്. നോക്കൂ, എക്സ് എന്ന് പറയുന്നയാളുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എയും ബിയെയും കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് പ്രോഫിറ്റ് നേടുക. എയുടെയും ബിയുടെയും ഉദ്ദേശം അവർക്ക് സാലറിയേ കിട്ടത്തുള്ളൂ, അവർ സാലറീഡ് പേഴ്സൺസ് ആണ്. പക്ഷേ ഈ വൈയുടെയും ഇസഡിൻ്റെയും സംബന്ധിച്ച് വൈയെയും ഇസഡിനെയും സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എ എന്ന സോപ്പും ബി എന്ന സോപ്പും നന്നായിട്ട് വിൽക്കുക. അപ്പോൾ അവർക്കത് കുറച്ചുകൂടി ഒരു പ്രൊഫഷണലിസമാണ്. എക്സ് എന്ന യഥാർത്ഥ മുതലാളിക്ക് ലാഭം മാത്രമാണ് ഉദ്ദേശം. ഓക്കെ, ആൻഡ് ഓൺട്രപ്രണർ ഈസ് ദ പ്രൊമോട്ടർ ഓഫ് ദ ഓർഗനൈസേഷൻ. തീർച്ചയായിട്ടും നിങ്ങൾ കമ്പനി അഡ്മിനിസ്ട്രേഷനിലൊക്കെ പഠിക്കുന്ന പോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ തുടക്കം മുതൽ, അതായത് ബിസിനസ്സിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് തൊട്ട് ഓൺട്രപ്രണർ കാണും. ഇൻട്രാപ്രണർ എന്ന് പറയുന്നത് പിന്നീട് ജോയിൻ ചെയ്യുന്നതാണ്. പക്ഷേ ആ ഓർഗനൈസേഷൻ്റെ റിയൽ അസറ്റ്, അതായത് സിഇഒമാരെ പോലെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരായ ഇൻട്രാപ്രണർ എന്ന് പറയുന്നത് അവരാണ് ശരിക്കും ഈ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത്. ആർക്ക് വേണ്ടി? ഓൺട്രപ്രണർക്ക് വേണ്ടി. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ 2 ഡിഫറൻസ് കണ്ടു, രണ്ടും നോക്കിയരാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺട്രപ്രണർ ആൻഡ് മാനേജറും പഠിച്ചു. ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺട്രപ്രണർ, ഇതാണ് കുറച്ചുകൂടി പ്രധാനപ്പെട്ടത് കേട്ടോ. ഓൺട്രപ്രണറും ഇൻട്രാപ്രണറും, ഇതാണ് കുറച്ചുകൂടി നിങ്ങൾ സീരിയസ് ആയിട്ട് കേൾക്കേണ്ടത്. ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് ലാസ്റ്റായിട്ട് അങ്ങ് പറഞ്ഞുതരാം. എക്സ് ആണ് ഓൺട്രപ്രണർ. എക്സിന് 2 സോപ്പുണ്ട്, സോപ്പ് എ എന്ന സോപ്പും ബി എന്ന സോപ്പും. എ എന്ന സോപ്പ് കൈകാര്യം ചെയ്യുന്നത് Y ആണ്, Z. ഇവരാണ് ഇൻട്രാപ്രണേഴ്സ്. ഈ Yയും Zും ആണ് ഇൻട്രാപ്രണേഴ്സ്. അവർ നോക്കുന്നത് എ എന്ന സോപ്പും ബി എന്ന സോപ്പും. ഈ Yയും Zും കിടന്ന് കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയാണ്? ആദ്യത്തെ എക്സിന് വേണ്ടിയാണ്. ഇവർക്ക് സാലറിയെ കിട്ടത്തുള്ളൂ. Yയും Zും മുതലാളിമാരെ പോലെയാണെങ്കിലും അവർക്ക് ഈ സോപ്പ് വിറ്റ് ലാഭമൊന്നും എടുക്കാൻ പറ്റത്തില്ല. അവർക്ക് കൃത്യമായിട്ട് മാസാമാസം ശമ്പളമേ കിട്ടത്തുള്ളൂ. സ്റ്റാഫ് തന്നെയാണ്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതി വെക്കാം കേട്ടോ. ഓൺട്രപ്രണർ എന്ന് പറയുന്നത് ഓണറാണ്, ഇൻട്രാപ്രണേഴ്സ് സ്റ്റാഫ് തന്നെയാണ്. അവരൊരിക്കലും ബിസിനസ്സിൻ്റെ മുതലാളിമാരായിട്ട് മാറാനൊന്നും പോകുന്നില്ല, അതുപോലെ വർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ആരാണ് ഓൺട്രപ്രണർ? അത് എപ്പോഴും ഒന്ന് ഓർത്ത് വെച്ചേക്കണം. നല്ലൊരു സെൻറ്റൻസ് ടെക്സ്റ്റിൽ എവിടെയെങ്കിലും ഒപ്പിച്ച് വെച്ചോണം. ഞാൻ ഈ കാണിച്ച സെൻറ്റൻസ് മതിയെങ്കിൽ മതി, ഇതായാലും മതി. കാര്യം ഒരു മാർക്കിന് ഇതെങ്കിലും അറിയത്തില്ലെങ്കിൽ നാണക്കേടാം. ആരാണ് ഓൺട്രപ്രണർ എന്ന് കൃത്യമായിട്ട് നോക്കണം. ഓക്കെ, പിന്നെ നമ്മുടെ ഇത്ര ഡിസ്കസ് ചെയ്തോളൂ. എന്താണ് അല്ലെങ്കിൽ ആരാണ് ഒരു ഓൺട്രപ്രണർ, ആരാണ് മാനേജർ, ആരാണ് ഓൺട്രപ്രണർ, ആരാണ് ഇൻട്രാപ്രണർ, ഇത്ര ആയിട്ടുള്ളല്ലോ. ഓക്കെ, കുറച്ചുകൂടി പഠിക്കാമല്ലോ. ഇങ്ങനൊരു എസ്സേ ഒഴിവാക്കി ഒരു ക്വസ്റ്റ്യൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ഇതായിരിക്കണം മിക്കവാറും നിങ്ങളുടെ ഒരു എസ്സേ. ഓക്കെ, ചാൻസ് വളരെ കൂടുതലാണ്, പ്രോബബിലിറ്റി കൂടുതലാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എസ്സേ വരാൻ ചാൻസ് ഉള്ള കുറേ ടോപ്പിക്കുണ്ട്. അപ്പോൾ അതിനകത്തൊരു ടോപ്പിക്ക് ഇതാണ്. ഈവൻ ഒരു എസ്സേ വരാൻ ചാൻസ് വളരെ 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 കൂടുതലാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺട്രപ്രണർ. ഞാനിപ്പോൾ ഓൺട്രപ്രണർ ആരാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞതിന് ശേഷം അടുത്ത ടോപ്പിക്ക് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു. നമ്മുടെ ടോപ്പിക്ക് മുഴുവനും ഓൺട്രപ്രണറെ പറ്റിയാണ്. ഇതിനകത്ത് ഈ ക്ലാസ് മുഴുവനും ഞാൻ ഓൺട്രപ്രണേഴ്സിനെ പറ്റിയേ പറഞ്ഞു തരൂ. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺട്രപ്രണർ. ഓൺട്രപ്രണേഴ്സിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം, അതെങ്ങനെയൊക്കെയാണ് പഠിക്കുന്നതെന്ന്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ തന്നെ പരീക്ഷയ്ക്ക് എഴുതുന്നതായിരിക്കും നല്ലത്. കാര്യം മിക്കവാറും പേപ്പർ നോക്കുമ്പോൾ ആൻസർ കീ ആയിട്ട് ഇത് തന്നെയായിരിക്കും നമുക്ക് വരുന്നത്. ഈ രീതിയിലുള്ള ക്ലാസിഫിക്കേഷനാണ് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി വൃത്തി. അതായത് വേറൊരു ചിന്താഗതിയിലേക്ക് പോയി മറ്റ് ക്ലാസിഫിക്കേഷൻസ് കൊണ്ടുവന്ന് പരീക്ഷയ്ക്ക് എഴുതേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ സിലബസ് പ്രകാരം ഈ ഒരു 5 ക്ലാസിഫിക്കേഷനാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ആദ്യത്തത് ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ്. അവർ ചെയ്യുന്നത് എന്ത് ടൈപ്പ് ബിസിനസ്സാണ് അതനുസരിച്ച് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അടുത്തത് യൂസ് ഓഫ് ടെക്നോളജി, അവർ യൂസ് ചെയ്യുന്ന ടെക്നോളജിയുടെ പുറത്ത്. അടുത്തത് ഓൺ ദ ബേസ് ഓഫ് മോട്ടിവേഷൻ, അവരെങ്ങനെയാണ് ഒരു ഓൺട്രപ്രണർ ആവാൻ മോട്ടിവേറ്റ് ആയത്. മോട്ടിവേഷൻ പ്രചോദനം, അവർക്ക് എവിടെ നിന്നാണ് ഒരു ഓൺട്രപ്രണർ ആവണം എന്ന ഒരു പ്രചോദനം കിട്ടിയത്. 4 ഓൺ ദ ബേസ് ഓഫ് ഗ്രോത്ത്, അവരുടെ ഒരു വളർച്ചയുടെ അടിസ്ഥാനത്തിൽ. അടുത്ത ഓൺ ദ ബേസ് ഓഫ് നേച്ചർ, അതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ, 5ാമത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ട് 5 ക്ലാസിഫിക്കേഷൻ എസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതുക. ആദ്യത്തത് അവർ ചെയ്യുന്ന ബിസിനസ്സിനനുസരിച്ച്, അടുത്തത് അവർ യൂസ് ചെയ്യുന്ന ടെക്നോളജി അനുസരിച്ച്, അടുത്ത അവരെങ്ങനെയാണ് മോട്ടിവേറ്റ് ആയതെന്നുള്ളൂ. ഒരാൾ ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരാളൊരു ബിസിനസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കാരണം കാണും, എന്തെങ്കിലും ഒരു പ്രചോദനം കിട്ടും. അതിപ്പോൾ എന്ത് കാര്യം, ഇപ്പം നമ്മളെ കേസിൽ നമ്മൾ ജീവിക്കുന്നത് തന്നെ എന്തെങ്കിലും ഒരു മോട്ടിവേഷനിലാണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ അച്ചീവ് ചെയ്യും, ആ ഒരു പ്രതീക്ഷയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് തന്നെ. നമ്മൾ നാളെ സംബന്ധിച്ച് ഇപ്പം നാളെയും മറ്റന്നാളും ഒക്കെ നമുക്ക് എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല.
അതുകൊണ്ട് തന്നെ നമ്മുടെ വിചാരം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും നേടും. മനസ്സിലായി? ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ മൊത്തത്തിൽ മുൻകൂട്ടി കാണുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒന്നും നേടത്തില്ല എന്നാണ് നമ്മുടെ ഫ്യൂച്ചർ. പിന്നെ നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നത് എന്തിനെന്നൊരു ചോദ്യം വരും. അപ്പോൾ ആ ഒരു അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നതാണ് നമ്മൾ പറയുന്നൊരു മോട്ടിവേഷൻ. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ച് അയാൾ എന്തിന് ഒരു ബിസിനസ്സുകാരനായി, എന്താണ് അയാളെ മോട്ടിവേറ്റ് ചെയ്തത്, അതാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ബേസ്. പിന്നെ ഗ്രോത്ത്, അയാളുടെ വളർച്ച അനുസരിച്ച്. ലാസ്റ്റ് ഓൺ ദ ബേസ് ഓഫ് നേച്ചർ. ഇതിനകത്ത് പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പരീക്ഷയ്ക്ക് ഇങ്ങനെ എഴുതണേ. ആദ്യം ഓൺ ദ ബേസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ്. അവർ ചെയ്യുന്ന ബിസിനസ്സിനനുസരിച്ച്. ഒരു ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ ഒരേ ടൈപ്പ് ബിസിനസ് അല്ലല്ലോ ചെയ്യുന്നത്. മുട്ടുസൂചി വിൽക്കുന്നിടം തൊട്ട് റോബോട്ടിൻ്റെ കച്ചവടം വരെയുള്ള ബിസിനസ്സുകാരുണ്ടല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ടൈപ്പ്, എന്ത് ടൈപ്പ് ബിസിനസ്സാണോ അവർ ചെയ്യുന്നത് അതനുസരിച്ച് ഓൺട്രപ്രണേഴ്സിനെ പ്രധാനമായിട്ടും A, B, C, D 5 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അഗ്രികൾച്ചറിനോട് ചേർത്ത് 5 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഓൺ ദ ബേസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ് 5 ക്ലാസിഫിക്കേഷൻ. ബുക്കിലോട്ട് എഴുതുന്നുണ്ടോ? കുറിച്ചങ്ങ് പോവുക. ഓൺ ദ ബേസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ് നമുക്ക് 5 ക്ലാസിഫിക്കേഷൻ വരും. ഓക്കെ, അതിലൊന്നാമത്തത് ബിസിനസ് ഓൺട്രപ്രണേഴ്സ്. തീർച്ചയായിട്ടും കൺഫ്യൂഷൻ ആവും. ബിസിനസ് ഓൺട്രപ്രണേഴ്സ്, അപ്പോൾ എല്ലാ ഓൺട്രപ്രണേഴ്സും ചെയ്യുന്നത് ബിസിനസ് അല്ലേ? ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനല്ലടോ. ഇവിടെ ബിസിനസ് ഓൺട്രപ്രണേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരൊരു ചെറിയൊരു ഐഡിയ മനസ്സിൽ കൊണ്ടുവന്നിട്ട് അവരൊരു ചെറിയൊരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുവാണ്. അതായത് എക്സാമ്പിൾ ചെയ്യുമ്പോൾ ഒരു പ്രിൻറ്റിംഗ് പ്രസ്, ഒരു അഡ്വർടൈസിങ് ഏജൻസി, ഒരു ചെറിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ്, ഇങ്ങനെ നമ്മുടെയൊക്കെ നാട്ടിൽ കാണുന്ന രീതിയിലുള്ള ചെറിയ ബിസിനസ്സുകാരെയാണ് ബിസിനസ് ഓൺട്രപ്രണേഴ്സ് എന്ന് വിളിക്കുന്നത്. മെയിനായിട്ട് അവരെന്ന് പറയുന്നത് അവരുടെ ഒരു ഐഡിയ എക്സിക്യൂട്ട് ചെയ്യുവാണ്. ഇപ്പോൾ ഒരു പ്രിൻറ്റിംഗ് പ്രസ് ഞാൻ പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ പ്രിൻറ്റിംഗ് പ്രസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുത്ത് വെച്ച് വിൽക്കുകയല്ല. അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതൊരു സർവീസാണ്, അതൊരു ഇൻറ്റാഞ്ചിബിൾ സർവീസാണ്. അഡ്വർടൈസിങ് ഏജൻസി, അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കൂടുതലും സർവീസാണ്. ടെക്സ്റ്റൈൽ ഷോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ രീതിയിൽ അവർ തന്നെ തുണിയെടുത്ത് തയ്ച്ച് അങ്ങനെ വിൽക്കുന്ന ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട്. അപ്പോൾ അവരിപ്പോൾ ഉദാഹരണത്തിന് മറ്റൊരാളുടെ നിന്ന് തുണി വാങ്ങണമെന്നില്ലല്ലോ, നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് തന്നെ കച്ചവടം നടത്തുന്ന രീതിയിലുള്ള ടെക്സ്റ്റൈൽ ഷോപ്പ്. അതൊക്കെയാണ് ഈ പറയുന്ന ബിസിനസ് ഓൺട്രപ്രണേഴ്സ്. ചെറിയ രീതിയിലൊരു ഐഡിയ അവർ മനസ്സിൽ കൊണ്ടുവന്നിട്ട് അതിനെ ഒരു ബിസിനസ്സാക്കി മാറ്റുന്നു. പ്രിൻറ്റിംഗ് പ്രസ്, അഡ്വർടൈസിങ് ഏജൻസി, ടെക്സ്റ്റൈൽ ഷോപ്പ്, ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ബിസിനസ് ഓൺട്രപ്രണേഴ്സ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ട്രേഡിംഗ് ഓൺട്രപ്രണേഴ്സ് ആരാന്നല്ലേ? ട്രേഡിംഗ് ഓൺട്രപ്രണേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കച്ചവടക്കാർ. ഉദാഹരണത്തിന് ബിസിനസ് എന്ന രീതിയിൽ അവർ വേറെ എവിടെന്നെങ്കിലും പ്രോഡക്റ്റ് എടുത്ത് വെച്ച് ആ പ്രോഡക്റ്റ് വിൽക്കുന്ന ആൾക്കാർ ട്രേഡേഴ്സ് എന്ന് പറയും. അവരാണ് നമ്മൾ ഈ പറയുന്ന റീറ്റെയിലേഴ്സ്, പലചരക്ക് കച്ചവടക്കാർ, നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് നമ്മുടെയൊക്കെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന കച്ചവടക്കാരാണ് ട്രേഡിംഗ് ഓൺട്രപ്രണേഴ്സ്. അവർ നടത്തുന്നത് ട്രേഡിംഗ് ആണ്. സാധനം വാങ്ങുക, വിൽക്കുക, വാങ്ങുക, വിൽക്കുക, വാങ്ങുക, വിൽക്കുക, അങ്ങനെ സാധനം വാങ്ങി വിൽക്കുന്ന നമ്മുടെ തൊട്ടടുത്ത കടകളിലൊക്കെ ഇല്ലേ പലചരക്ക് കച്ചവടക്കാരൊക്കെ, സ്റ്റേഷനറി കച്ചവടക്കാർ, അവരെല്ലാം ട്രേഡിംഗ് ഓൺട്രപ്രണേഴ്സാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ നടത്തുന്ന പ്രിൻറ്റിംഗ് പ്രസ്, അഡ്വർടൈസിങ് ഏജൻസി, അങ്ങനത്തെ ഇപ്പം ബ്രോക്കർമാരില്ലേ, മാരേജ് ബ്രോക്കർ, ഈ മാരേജ് ബ്രോക്കറൊക്കെ അവർ ചെയ്യുന്നൊരു ബിസിനസ്സാണ്. അവരൊക്കെ ചെയ്യുന്നതല്ല അവരുടേതായ അപ്പോൾ അവരുടെ മനസ്സിലൊരു ഐഡിയ അതാണ്, നമുക്കൊരു മാരേജ് ബ്രോക്കർ ആവാം. അപ്പോൾ അത്തരത്തിൽ അവരുടെ മനസ്സിലൊരു ഐഡിയയെ ചെറിയൊരു ബിസിനസ്സാക്കി മാറ്റുന്നതാണ് ബിസിനസ് ഓൺട്രപ്രണേഴ്സ്. എന്നാൽ ട്രേഡിംഗ് ഓൺട്രപ്രണേഴ്സാണ് നമ്മൾ ഈ കാണുന്ന കച്ചവടക്കാർ, നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് കാണുന്ന പലചരക്ക് കച്ചവടക്കാർ, സ്റ്റേഷനറി കച്ചവടക്കാർ, അങ്ങനത്തെ ആൾക്കാർ, വാങ്ങി വിൽക്കുന്ന സാധനം മറ്റൊരാളുടെ നിന്ന് വാങ്ങി കൂടിയ വിലയ്ക്ക് വിൽക്കുന്ന ആൾക്കാരാണ് ട്രേഡിംഗ് ഓൺട്രപ്രണേഴ്സ്. ഓക്കെ, അടുത്തത് ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണേഴ്സ്. അവരാണ് യഥാർത്ഥ മാനുഫാക്ചേഴ്സ്. അവരാണ് ശരിക്കുള്ള മാനുഫാക്ചേഴ്സ്. അവരുടെ പ്രൊഡക്ഷൻ നടത്തും. അപ്പോൾ അവരാണ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഇവരാണ് വലിയ ബിസിനസ്സുകാർ. മനസ്സിലാകുന്നത്. അപ്പോൾ അവിടെ പ്രൊഡക്ഷൻ നടക്കണം. അവർ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് തുടങ്ങി പുതിയ പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യണം. അല്ലാതെ വാങ്ങി വിൽക്കുന്ന ആൾക്കാരല്ല, റിയൽ മാനുഫാക്ചേഴ്സാണ്. ഓക്കെ, അടുത്തത് കോർപ്പറേറ്റ് ഓൺട്രപ്രണേഴ്സ്. അവരാണ് കമ്പനികൾ, വലിയ കമ്പനികളിൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് ഇന്ത്യയിൽ നിലവിൽ വരുന്ന വലിയ കമ്പനികൾ നടത്തുന്ന ആൾക്കാരെയാണ് കോർപ്പറേറ്റ് ഓൺട്രപ്രണേഴ്സ് എന്ന് വിളിക്കുന്നത്. ഒരെണ്ണം കൂടെ ഉണ്ട്, അഗ്രികൾച്ചറൽ ഓൺട്രപ്രണേഴ്സ്. അഗ്രികൾച്ചറൽ ഓൺട്രപ്രണേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും വാക്ക് കേട്ടാൽ തന്നെ നമുക്കറിയാം, അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുമായിട്ട് വിൽക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും തരത്തിലൊരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് അഗ്രികൾച്ചറൽ ഓൺട്രപ്രണേഴ്സ്. അപ്പോൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺ ദ ബേസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ്. ഓൺ ദ ബേസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, അവർ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ രീതിയാണ്. ഒന്നാമത്തത് ബിസിനസ് ഓൺട്രപ്രണേഴ്സ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാധാരണ പലചരക്ക് കച്ചവടക്കാരൻ ബിസിനസ്സുകാരനല്ലേ? അയാൾ ബിസിനസ്സുകാരൻ തന്നെയാണ്, പക്ഷേ അയാളെ വിളിക്കുന്നത് ട്രേഡിംഗ് ഓൺട്രപ്രണേഴ്സ് എന്നാണെന്നേ ഉള്ളൂ.
ബിസിനസ് ഓൺട്രപ്രണർ എന്ന് വിളിക്കുന്നത് നമ്മുടെ മനസ്സിലൊരു ഐഡിയ ജനറേറ്റ് ചെയ്യുക. ആ ഐഡിയയെ എന്തെങ്കിലും തരത്തിലൊരു ബിസിനസ്സാക്കി മാറ്റാൻ പറ്റുമോ, അതാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള, അതായത് ഒരു പ്രിൻറ്റിംഗ് പ്രസ് നടത്തുക, അഡ്വർടൈസിങ് ഏജൻസി നടത്തുക, മാരേജ് ബ്രോക്കറേജ് ചെയ്യുക, നമ്മൾ തന്നെ ചെറിയ രീതിയിൽ തുണി എടുത്ത് തയ്ച്ചിട്ട് ഒരു ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പ് തട്ടിക്കൂട്ടുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ എനിക്ക് സ്കില്ലുണ്ട്, ഞാനൊരു ടൈലറാണെന്ന് വിചാരിക്കുക, ഞാനൊരു ടൈലറാണ്, തയ്യൽക്കാരനാണെന്ന് വിചാരിക്കുക. എനിക്ക് 2 ഓപ്ഷനുണ്ട് പിള്ളേരെ. എനിക്ക് ഒന്നുകിൽ നിങ്ങളുടെയൊക്കെ തുണികൾ വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുന്ന സാധാരണ ജോലിക്കാരൻ, നമ്മളൊരു പ്രൊഫഷണൽ പോലെ ഇരിക്കും. എനിക്ക് നിങ്ങൾ കൂലി തരും, ഞാൻ ഷർട്ട് തച്ചിരുന്നു, പാൻറ്റ് തച്ചിരുന്നു, അങ്ങനെ ഇരിക്കാം. അതല്ലെങ്കിൽ എനിക്ക് പുറത്തുനിന്ന് തുണി എടുത്തിട്ട് തച്ച് അതൊരു ചെറിയ ബിസിനസ്സാക്കി മാറ്റാം. വെറുതെ നിങ്ങളൊരു തയ്യൽ മെഷീൻ എടുത്തിട്ടിട്ട് നാട്ടുകാരിൽ നിന്ന് തുണി വാങ്ങി വെച്ചിട്ട് വിറ്റാൽ അത് ബിസിനസ്സല്ല. അതിനെ നമുക്കൊരു ബിസിനസ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. പകരം നമ്മൾ തന്നെ കുറച്ച് തുണികൾ എടുത്തിട്ട് അതിനെ നല്ല രീതിയിൽ മോഡൽസൊക്കെ ആക്കി സ്റ്റിച്ച് ചെയ്ത്, അല്ലെങ്കിൽ ഓർഡർ അനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന രീതിയിലേക്ക് എടുത്താൽ അതൊരു ഐഡിയയാണ്. ഒരു തയ്യൽക്കാരൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയയാണ്. അതിനെ ഒരു ബിസിനസ് എന്ന് വിളിക്കാം. ഓക്കെ. ദെൻ ട്രേഡിങ് അറിയാമല്ലോ, സാധനങ്ങൾ വാങ്ങി വിൽക്കുന്ന ആൾക്കാർ. പിന്നെ യഥാർത്ഥ മാനുഫാക്ചേഴ്സ് വരും, അതാണ് ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണേഴ്സ് എന്നോ റിയൽ മാനുഫാക്ചേഴ്സ് എന്നോ വിളിക്കാം. പിന്നെ കമ്പനികൾ, അതായത് കോർപ്പറേറ്റ് ആക്ട്, ഇന്ത്യയിലെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത കമ്പനികളുടെ മേലധികാരികൾ. ഓക്കെ, അവരാണ് കോർപ്പറേറ്റ് ഓൺട്രപ്രണേഴ്സ്. അടുത്തതാണ് അഗ്രികൾച്ചറൽ ഓൺട്രപ്രണേഴ്സ്. അങ്ങനെ 5 എണ്ണം ഉണ്ട്. അതായത് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ഏതുതരം ബിസിനസ്സും ആവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പരീക്ഷയ്ക്ക് ഇങ്ങനെ എഴുതണം കേട്ടോ. രണ്ടാമത്തെ മെയിൻ ക്ലാസിഫിക്കേഷനാണ് ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെക്നോളജി. ഈ ഹെഡിങ്ങും ഈ 2 പോയിൻറ്റും കൂടെ പ്രത്യക്ഷത്തിൽ ബന്ധമില്ലാത്തതാണെങ്കിൽ തോന്നും. ഇതൊരു വല്ലാത്തൊരു ഇൻഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ടെക്നോളജി യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പറയും ആ ടെക്നോളജി യൂസ് ചെയ്യുന്നവരും യൂസ് ചെയ്യാത്തവരും. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം, ഓൺ ദ ബേസ് ഓഫ് യൂസ് ഓഫ് ടെക്നോളജി. പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നും ടെക്നോളജി യൂസ് ചെയ്യുന്ന ആൾക്കാരും യൂസ് ചെയ്യാത്ത ആൾക്കാരും. എന്നാൽ അങ്ങനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓൺ ദ ബേസ് ഓഫ് യൂസ് ഓഫ് ടെക്നോളജി 2 ക്ലാസിഫിക്കേഷൻ. ഒന്ന് ടെക്നിക്കൽ ഓൺട്രപ്രണറും 2 പ്രൊഫഷണൽ ഓൺട്രപ്രണറും. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ആ ഒരു സെൻസിലല്ല ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓൺ ദ ബേസ് ഓഫ് യൂസ് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ആദ്യത്തത് ടെക്നിക്കൽ ഓൺട്രപ്രണറാണ്. ടെക്നിക്കൽ ഓൺട്രപ്രണർ ഉദ്ദേശിക്കുന്നത് പുതിയ പ്രൊഡക്ഷൻ ടെക്നിക്കുകളെല്ലാം കൊണ്ടുവന്ന് ഏറ്റവും ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് ഗുഡ്സ് കൊണ്ടുവന്ന് പുള്ളിയുടേതായ ഒരു ഇമേജ് കീപ്പ് ചെയ്ത് ഒരു വെൽ വേഴ്സ്ഡ് പ്രൊഡക്ഷൻ ടെക്നിക്ക് കൊണ്ടുവന്ന് മാർക്കറ്റ് പിടിച്ച് നല്ലൊരു ബിസിനസ്സുകാരനായിട്ട് ഉയർന്നു പോകണം. സോ ഹി മേ യൂസ് മോസ്റ്റ് മോഡേൺ ടെക്നോളജി. ഇത് ഓക്കെയാണ്. അയാൾ അവിടെ എന്താ പറയുക, ഇംപ്രൂവ്ഡ് ടെക്നോളജിയും ടെക്നിക്സും എല്ലാം യൂസ് ചെയ്ത് കൃത്യമായിട്ട് പെർഫെക്റ്റായിട്ട് അയാൾക്ക് അവിടെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതുകൊണ്ട് തന്നെ കുറേ പണം ഇറക്കി കൃത്യമായിട്ട് ഏറ്റവും പുതിയ പ്രോഡക്റ്റുകൾ കൊണ്ടുവന്ന് ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ. അത് ഓക്കെയാണ്, ടെക്നോളജി നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ. എന്നാൽ അടുത്ത ഹെഡിങ് നോക്കി, പ്രൊഫഷണൽ ഓൺട്രപ്രണർ എന്നാണ്. നമ്മൾ പെട്ടെന്ന് ടെക്നിക്കൽ ഓൺട്രപ്രണർ എന്ന് കേട്ടാൽ പിന്നെ നോൺ ടെക്നിക്കൽ ഓൺട്രപ്രണർ എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെ അങ്ങനല്ല, ഇതിന് അതിൻ്റേതൊരു മീനിങ് ഉണ്ട്. ഒരു തെറ്റിദ്ധാരണ വേണ്ട, ഇത് കറക്റ്റ് ക്ലാസിഫിക്കേഷനാണ്. ഇവർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. ടെക്നിക്കൽ ഓൺട്രപ്രണർ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ടെക്നോളജി എല്ലാം യൂസ് ചെയ്ത് അയാൾക്ക് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. അയാൾക്ക് ഇവിടെ മാർക്കറ്റിൽ നിൽക്കണം, ഈ പറയുന്ന ബിസിനസ് തന്നെ ആയിരിക്കണം അയാളുടെ ജീവശ്വാസം. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ് ടെക്നിക്കൽ ഓൺട്രപ്രണർ. എന്നാൽ പ്രൊഫഷണൽ ഓൺട്രപ്രണർ എന്ന് വിളിക്കുന്നത് ഇതിന് നേരെ വിപരീതമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കൊരു ബിസിനസ് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ബിസിനസ്സൊക്കെ നടത്തി അതിനെ ഒരു അല്പം പ്രോഫിറ്റൊക്കെ ആക്കി കഴിഞ്ഞ് ഇത്തിരി ഒന്ന് പച്ച പിടിക്കുമ്പം അയാൾ ആ ബിസിനസ് അങ്ങ് വിറ്റ് കളയും. എന്നിട്ട് വീണ്ടും അടുത്ത ബിസിനസ് തുടങ്ങും. അപ്പോൾ ഈ ബിസിനസ് നടത്തി വിൽക്കുക, ബിസിനസ് നടത്തുക, വിജയിപ്പിക്കുക, വിൽക്കുക, ബിസിനസ് നടത്തുക, വിജയിപ്പിക്കുക, വിൽക്കുക, അങ്ങനെ ബിസിനസ് ചെയ്യുക എന്നത് ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടു നടക്കുന്ന ആൾ. കുറച്ച് കൺഫ്യൂസിങ് ആണ്. ബിസിനസ് ചെയ്യുക എന്നതിനെ പ്രൊഫഷനാക്കുക എന്ന് പറയുന്നു. ഒരു പക്ഷേ ക്ലിയറായി കാണില്ല. ഒരു പ്രൊഫഷൻ്റെ പേര് പറഞ്ഞേ, നിങ്ങൾ മനസ്സിൽ പറഞ്ഞേ. ഡോക്ടർ, എൻജിനീയർ, ലോയർ, ഇതൊക്കെയാണ് സാധാരണ പ്രൊഫഷണൽസ് എന്ന് വിളിക്കുന്നത്. നോക്കൂ, അതുപോലെ തന്നെ ഈ ബിസിനസ് നടത്തി വിജയിപ്പിച്ച് വിൽക്കുക എന്നതിനെ ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടു നടക്കുന്ന ആൾ. അപ്പോൾ അയാളുടെ മനസ്സിൽ ഈ ബിസിനസ് എന്ന് പറയുന്ന അയാളുടെ ജീവശ്വാസമാണ്. ഞാൻ ഈ ബിസിനസ് ഇല്ലെങ്കിൽ ചത്തു, അങ്ങനൊന്നുമില്ല. ഒരു ബിസിനസ് തുടങ്ങും, ആ ബിസിനസ്സിന് തരക്കേടില്ലാത്ത രീതിയിലൊന്ന് മുന്നോട്ട് കൊണ്ടുവരും, എന്നിട്ട് അതിനകത്ത് ഇൻട്രസ്റ്റ് പോവും, പുള്ളിക്കാരതങ്ങ് വിൽക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന മോസ്റ്റ് മോഡേൺ ടെക്നോളജിയോ അല്ലെങ്കിൽ ന്യൂ ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് ഗുഡ്സോ എന്നതിലേക്ക് ഒരുപാട് ശ്രദ്ധ കൊടുക്കണ്ട. ജസ്റ്റ് ഒരു ബിസിനസ് കൊണ്ടുവന്ന് ഒന്ന് വിജയിപ്പിച്ചെടുത്ത് അത് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കുക.
അതങ്ങ് വിൽക്കുക. പിന്നെ ആ വിറ്റ് കിട്ടുന്ന പൈസ ഉപയോഗിച്ച് വീണ്ടും മറ്റെന്തെങ്കിലും ബിസിനസ് ചെയ്യുക, ഒരല്പം വിജയിപ്പിക്കുക, മറ്റൊന്ന് ചെയ്യുക. ഡൈനാമിക് നേച്ചറാണ്. പുള്ളി ആ ഒരു ബിസിനസ് ചെയ്യുന്നത് ആ ഒരു ബിസിനസ്സുകാരനാവാനായിട്ടല്ല, അയാൾക്ക് ആ ബിസിനസ് ഇത്തിരി പച്ച പിടിപ്പിച്ചിട്ട് മറ്റൊരാൾക്കങ്ങ് വിൽക്കാനായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ടെക്നിക്കൽ ഓൺട്രപ്രണറുടെ ഒരു ആഗ്രഹം ഇവിടെ കാണത്തില്ല. അങ്ങനെയാണ് ശരിക്കും ഈ ഒരു ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വേറൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ജോലിയുടെ കേസ് എടുക്കുക. നമുക്ക് രണ്ട് രീതിയിൽ, ഉദാഹരണത്തിന് നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി, ഒരു ജോബിന് കയറി, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മളൊരു കമ്പനി ജോലിക്ക് കയറി. ഇനി ഒരു 60 വയസ്സ് വരെയും അവിടെ തന്നെ ജോലി ചെയ്യുന്നത് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ജോലി ചെയ്ത് 60 വയസ്സ് വരെ അവിടെ പിടിച്ചിരിക്കാൻ നോക്കും. എന്നാൽ ഞാനിപ്പോൾ ഒരു ജോലിക്ക് കയറി, ഒന്ന് മനസ്സിലാക്കണം, ജോലിക്ക് കയറി. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് നന്നായിട്ട് ജോലിയൊക്കെ പഠിച്ചിട്ട് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞാനൊരു വിധം ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസും ആ സ്കില്ലും എല്ലാം യൂസ് ചെയ്ത് ഉടനെ കുറച്ചുകൂടി ബെറ്റർ സാലറിയിൽ വേറൊരു കമ്പനിയിലോട്ടൊക്കെ ചാടും. എനിക്ക് ആ കമ്പനിയിൽ 60 വയസ്സ് വരെ നിൽക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ലായിരുന്നു. എൻ്റെ ഉദ്ദേശം അതിനേക്കാളും നല്ലൊരു കമ്പനിയിലേക്ക് ചാടുക. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ചില ആളുകൾ അങ്ങനല്ല, നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ കമ്പനിക്ക് വേണ്ടി നിൽക്കും. ഇങ്ങനെയാണ് ജോലിക്കാർ ചാടുന്നവരുണ്ട്. ഈ ഒരു സെൻസിൽ തന്നെ നമുക്ക് പറയാം, ടെക്നിക്കൽ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ബിസിനസ് തന്നെയാണ് താല്പര്യം. അതിനകത്ത് തന്നെ ജീവിച്ച് അതിൽ തന്നെ മരിച്ച് അത് തന്നെ മക്കളെ ഏൽപ്പിച്ച് അങ്ങനെ തന്നെ പോകണമെന്നാണ്. അതാണ് ടെക്നിക്കൽ ഓൺട്രപ്രണേഴ്സ്. എന്നാൽ പ്രൊഫഷണൽ ഓൺട്രപ്രണേഴ്സിൻ്റെ ഉദ്ദേശം ബിസിനസ് നടത്തി ആ ബിസിനസ് ഒന്ന് വച്ച പിടിപ്പിക്കുമ്പം അത് മറ്റൊരാൾക്ക് കൊടുത്തിട്ട് വേറൊരു ബിസിനസ്സിലോട്ട് പോവുക. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ഓപ്പോസിറ്റ് രീതിയിൽ പഠിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ ക്ലാസിഫിക്കേഷൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ടെക്നിക്കൽ ഓൺട്രപ്രണർ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇയാൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമില്ല, എന്നാൽ ബിസിനസ് തുടങ്ങണം, അതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ട്, അത് വിജയിപ്പിക്കണം, ഉടനെ അത് വിറ്റ് വേറൊരു ബിസിനസ്സിലേക്ക് പോകണം. അതിനാണ് ഈ പ്രൊഫഷണൽ ഓൺട്രപ്രണേഴ്സ് എന്ന് വിളിക്കുന്നത്. കാര്യം അവർ അതിനെ ഒരു പ്രൊഫഷനായിട്ടാണ് കാണുന്നത്. ബിസിനസ് നടത്തി കുറച്ച് ലാഭമായി വിൽക്കുക, വീണ്ടും ബിസിനസ് നടത്തുക, കുറച്ച് ലാഭത്തിലാവുക, വിൽക്കുക. ഇതവർക്കൊരു പ്രൊഫഷനാണ്. മനസ്സിലാവുന്നുണ്ടോ? വിറ്റ് കിട്ടുന്ന പൈസ കൊടുക്കുക, വീണ്ടും ബിസിനസ് നടത്തുക, അങ്ങനെ മുന്നോട്ട് പോകുന്നവരെയാണ് ഈ പ്രൊഫഷണൽ ഓൺട്രപ്രണേഴ്സ് എന്ന് വിളിക്കുന്നത്. അതാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. ഇതൊരു കറക്റ്റ് ക്ലാസിഫിക്കേഷനാണ്, നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ വരണ്ട. ഇവിടെ ടെക്നോളജി യൂസ് ചെയ്യുന്നില്ല എന്നല്ല എൻ്റെ മീനിങ് പറയേണ്ടത്. ടെക്നിക്കൽ ഓൺട്രപ്രണറെ പോലെ അത്രത്തോളം ഡെഡിക്കേറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാം അങ്ങ് ഭയങ്കരമായിട്ട്, അതായത് എനിക്ക് എൻ്റെ ഈ ബിസിനസ്സും കൊണ്ടേ മരിക്കൂ, അത്രത്തോളമൊന്നും ആവേശമില്ല. ഇയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കുറച്ച് ബിസിനസ് ഒന്ന് നന്നാക്കി എടുക്കുക, വേറൊരാളുടെ തലയിൽ കെട്ടി വെച്ച് കൊടുക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ എത്രത്തോളം ടെക്നോളജി യൂസ് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. ഇതാണ് പ്രധാനപ്പെട്ടത്. ഇവിടുന്ന് വേണമെങ്കിൽ 1 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ വരാം കേട്ടോ. 1 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ വരാം. ഓൺ ദ ബേസ് ഓഫ് മോട്ടിവേഷൻ. നന്നായിട്ട് കേട്ടിരിക്കണം. ഇത് വേണമെങ്കിൽ 1 മാർക്കിനൊക്കെ എടുത്ത് ചോദിക്കാവുന്ന ടോപ്പിക്കുകളാണ്. എങ്ങനെയാണ് അയാൾ ഒരു ബിസിനസ്സുകാരനായത്? എന്താണ് അയാളെ ഒരു ബിസിനസ്സുകാരനാവാൻ അല്ലെങ്കിൽ ഓൺട്രപ്രണർ ആവാൻ പ്രചോദിപ്പിച്ചത്? വെറുതെ കിടന്നുറങ്ങുമ്പോൾ തോന്നിയതല്ലല്ലോ എന്നാൽ നാളെ ഒരു ഓൺട്രപ്രണർ ആവാം. എങ്ങനെയാണ് അയാൾ ഒരു ഓൺട്രപ്രണർ ആയത്? ടോപ്പിക്ക് മനസ്സിലായോ? എന്താണ് അയാളെ ഒരു ഓൺട്രപ്രണർ ആവാൻ മോട്ടിവേറ്റ് ചെയ്ത കാര്യം? അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കുറേ പ്യുവർ ഓൺട്രപ്രണേഴ്സ് ഉണ്ട്. മോട്ടിവേഷൻ എന്ന ഫാക്ടേഴ്സിൻ്റെ ബേസിൽ പ്യുവർ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല അയാളെ മോട്ടിവേറ്റ് ചെയ്തത്, എക്കണോമിക് റിവാർഡ്സും സൈക്കോളജിക്കൽ റിവാർഡ്സുമാണ്. പണം ഉണ്ടാക്കണം, പ്രോഫിറ്റ്. ബിസിനസ് ചെയ്താൽ ലാഭം കിട്ടും. ആ ഒരൊറ്റ കാര്യം കൊണ്ട് ബിസിനസ് ചെയ്യുന്നു. ലാഭം മാത്രമാണ് അയാളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അയാൾ ആലോചിച്ച് നോക്കിയപ്പോൾ, ഞാനൊരു ജോലി ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്തിനാ വെറുതെ വല്ലവരുടെയും കീഴിൽ പോയി ജോലി ചെയ്യുന്നത്? അതുമല്ല, ജോലി ചെയ്യാനുള്ള നോളജൊന്നും എനിക്കില്ല. ഞാൻ ആകെപ്പാടെ +2 പാസ്സായി നിൽക്കുവാണ്. എനിക്കൊക്കെ ആര് ജോലി തരാനാ? എന്തുകൊണ്ട് ബിസിനസ് നടത്തിക്കൂടാ? ഇഷ്ടംപോലെ ലാഭം കിട്ടും. അങ്ങനെ സ്വയം പ്യുവർ ഓൺട്രപ്രണർ. അയാൾ തന്നെ സ്വമേധയാ സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. പുള്ളിക്കാരൻ വിചാരിക്കുവാണ്, ഞാനൊരു ബിസിനസ് ചെയ്യുന്നു, എന്തിനു വേണ്ടിയാണ്? ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാൻ. പ്രോഫിറ്റാണ് അവിടെ മോട്ടിവേറ്റ്. അതാണ് പ്യുവർ ഓൺട്രപ്രണേഴ്സ്. കൂടുതൽ പേരും അങ്ങനെയാണ്. ബിസിനസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഭത്തിനാണ്, അത്രേ ഉള്ളൂ. ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം മുൻകൂട്ടി കണ്ടുകൊണ്ട് അങ്ങ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു. അതാണ് പ്യുവർ ഓൺട്രപ്രണേഴ്സ്. എന്നാൽ ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രണേഴ്സ് ഉണ്ട്. അതാരാണപ്പോൾ ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രണേഴ്സ്? ഗവൺമെൻറ്റിൽ നിന്നൊക്കെ എന്തെങ്കിലും ഇൻസെൻറ്റീവ്സോ അസിസ്റ്റൻസോ കൺസെഷനോ ഒക്കെ കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ബിസിനസ് ചെയ്ത് ആ ഒരു അസിസ്റ്റൻസ് ഉപയോഗിച്ച് ലാഭത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റൊക്കെ പലപ്പോഴും ചില ബിസിനസ്സുകൾക്കൊക്കെ ഇൻസെൻറ്റീവ്സും സബ്സിഡിയൊക്കെ പ്രഖ്യാപിക്കും. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം കയറോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫിഷ് എക്സ്പോർട്ടിങ്ങോ
അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ഗ്രാമീണപരമായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബശ്രീ യൂണിറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു ബിസിനസ്സിനകത്ത് സർക്കാർ ഒരുപാട് ഇൻസെൻറ്റീവ്സും സബ്സിഡീസും കൊടുക്കും. അത്തരത്തിലുള്ള ഇൻസെൻറ്റീവ്സും സബ്സിഡീസും കണ്ട് എങ്കിൽ കൊള്ളാലോ എന്ന് ചെയ്ത് കളഞ്ഞ് അങ്ങനെ മോട്ടിവേറ്റായി വരുന്നവരാണ് ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രണേഴ്സ്. ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിലൊക്കെ കുടുംബശ്രീ യൂണിറ്റൊക്കെ ഇല്ലേ, ഈ കുടുംബശ്രീ യൂണിറ്റിനകത്തൊക്കെ ബിസിനസ് ചെയ്യാനായിട്ട് സർക്കാർ ഒരുപാട് സഹായം കൊടുക്കുന്നുണ്ട്. ആ ഒരു സഹായം ഉള്ളത് കൊണ്ടാണ് പലരും ആ ഒരു ബിസിനസ് ചെയ്യുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സർക്കാരിൽ നിന്ന് അങ്ങനെ ഒരു സഹായം ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ ചെയ്യത്തില്ല. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. പ്യുവർ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത് വേറെ ഒന്നും കണ്ടിട്ടല്ല, ബിസിനസ് ചെയ്താൽ ലാഭം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രണേഴ്സിൻ്റെ മനസ്സിൽ ലാഭം ഉണ്ട്, പക്ഷേ അവർ ഇറങ്ങി തിരിക്കാനുള്ള കാരണം ആ ബിസിനസ് ചെയ്യാൻ കിട്ടുന്ന ഇൻസെൻറ്റീവ്സും സബ്സിഡീസും കൺസെഷനും ഒക്കെ കണ്ടിട്ടാണ് ആ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. അതാണ് ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രണേഴ്സ്. ഓക്കെ, അടുത്തതാണ് മോട്ടിവേറ്റഡ് ഓൺട്രപ്രണേഴ്സ്. മോട്ടിവേറ്റഡ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് എൻ്റെ വകയായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. നോക്കൂ, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ സൊസൈറ്റിക്ക് ഞാൻ എന്ന വ്യക്തി എന്തെങ്കിലും ഒന്ന് ചെയ്യണം, അങ്ങനെയൊക്കെ ആലോചിച്ച് മോട്ടിവേറ്റായി കയറി വരുന്നവരാണ്. ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തിരിക്കണം. കാര്യം നമ്മുടെ ബിസിനസ്സിലല്ലേ, നമുക്ക് നമ്മുടെ രാജ്യത്ത് ഇങ്ങനൊന്നും ഇല്ലല്ലേ, ഞാനായിരിക്കണം അത് കൊണ്ടുവരേണ്ടത്, അങ്ങനെ മോട്ടിവേറ്റ് ആവുന്ന. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്ന കമ്പനി ഏതാ? വി-ഗാർഡ് തന്നെയായിരിക്കും. വി-ഗാർഡ് എന്ന സ്റ്റെബിലൈസർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മുടെ വീഗാലാൻഡിൻ്റെയൊക്കെ അവരുടെയൊക്കെ ഒരു ഓണർഷിപ്പിലാണ്. അപ്പോൾ ഈ വി-ഗാർഡ് എന്ന് പറയുന്ന സ്റ്റെബിലൈസർ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങുന്നവർക്ക് ഒരു സ്റ്റെബിലൈസർ അത്യാവശ്യമാണ്, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ. അപ്പം ഞാനായിരിക്കണം ആ ഒരു സ്റ്റെബിലൈസർ കൊണ്ടുവരേണ്ട ആൾ. അപ്പോൾ അതൊരു വല്ലാത്തൊരു മോട്ടിവേഷൻ. പ്രോഫിറ്റിനേക്കാൾ ഉപരി ഇവർക്ക് അവരുടെ ഒരു ഇമേജാണ്. പ്രോഫിറ്റ് താനേ വരും, പക്ഷേ അവിടെ ലാഭത്തിനേക്കാളും ഭയാനകമായ രീതിയിൽ അവർക്ക് ആ ഒരു സെൽഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റാണ്. ഇപ്പോൾ കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി എന്നൊരു ഒരാളെ സംബന്ധിച്ച് വി-ഗാർഡ് സ്റ്റെബിലൈസർ പുള്ളിക്കാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വി-ഗാർഡ് എന്ന സ്റ്റെബിലൈസർ ഞാനായിരിക്കണം ഒരു തുടക്കം ഇടേണ്ടത് സ്റ്റെബിലൈസർ യുഗത്തിന്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ വി-ഗാർഡ് മാത്രമാണ്. മറ്റ് സ്റ്റെബിലൈസേഴ്സൊക്കെ ഉണ്ട്, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പക്ഷേ വി-ഗാർഡ് എന്ന സ്റ്റെബിലൈസറാണ് പൊതുവേ വരുന്നത്. കാര്യം അത് അയാളുടെ ഒരു സെൽഫ് മോട്ടിവേഷൻ ആയിരുന്നു. പ്രോഫിറ്റ് അല്ല തുടക്കത്തിൽ ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും തരത്തിലൊരു പുതിയ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് യൂസ്ഫുൾ ആകണം, അങ്ങനെ മോട്ടിവേറ്റായി വരിക. നെക്സ്റ്റ് സ്പോണ്ടേനിയസ് ഓൺട്രപ്രണേഴ്സ്. അവരെന്ന് പറഞ്ഞാൽ ഈ ജന്മനാ തന്നെ ചിലർക്കൊക്കെ ഇപ്പം അച്ഛൻ്റെ നിന്നും അമ്മയുടെ നിന്നൊക്കെ കിട്ടുന്ന ഒരു നോളജ്, അതായത് കുടുംബപരമായിട്ടൊക്കെ ബിസിനസ്സുകാരാവുന്നവരുണ്ട്. അവർക്ക് ഇൻബോൺ ഇനിഷ്യേറ്റീവ് ആയിരിക്കും. അവരെ പെട്ടെന്നൊരു സുപ്രഭാതം അവരങ്ങ് ബിസിനസ്സിലേക്ക് കയറിക്കോളും. ഇപ്പോൾ അച്ഛൻ്റെ ബിസിനസ്സിലേക്ക് മക്കൾ ഏറ്റെടുത്ത് നടത്താൻ കണ്ടിട്ടില്ലേ? അപ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട്, അച്ഛൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ബിസിനസ് അങ്ങ് പൊളിയും. അത് പൊളിയത്തെയൊന്നുമില്ല, അതൊക്കെ ഇൻബോൺ ഇനിഷ്യേറ്റീവാണ്. ആ ബിസിനസ്സിൻ്റെ സ്വന്തം ആളായിട്ടാണ് അയാൾ ജനിച്ചത് തന്നെ. അപ്പോൾ അയാൾക്കെന്ന് പറഞ്ഞാൽ ഈ ബോൾഡ്നെസ്സും സെൽഫ് കോൺഫിഡൻസും ഇൻബോൺ ഇനിഷ്യേറ്റീവ് ഉണ്ട്. അതാണ് സ്പോണ്ടേനിയസ്. വളരെ പെട്ടെന്നായിരിക്കും അവർ ആ ബിസിനസ് അങ്ങ് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പോകുന്നത്. ഇപ്പോൾ അംബാനി ബ്രദേഴ്സിൻ്റെ കേസിൽ ഇപ്പോൾ ധീരുഭായ് അംബാനി എന്ന അച്ഛൻ്റെ ബിസിനസ് അനിൽ അംബാനി മുകേഷ് അംബാനി ഏറ്റെടുക്കുന്നില്ലേ? അപ്പോൾ അവരൊക്കെ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആണ്. അവരെ ബിസിനസ്സുകാരായി തന്നെ ജനിച്ചവരാണ്. ഇൻബോൺ ടാലൻ്റ് ഉള്ള കുറേ ബിസിനസ്സുകാരുണ്ട്. അവരുടെ ഫാമിലി ബിസിനസ് അവർ തന്നെ ഏറ്റെടുക്കും. ഓക്കെ, പിന്നെ ഈ ഒരു ടോപ്പിക് ഇവിടെ തന്നെ ഞാൻ പഠിപ്പിക്കുമേ. ഇൻസ്റ്റിഗേറ്റഡ് ഓൺട്രപ്രണേഴ്സ്. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ബിസിനസ് ചെയ്യേണ്ടി വന്നു പോകുന്നതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കുടുംബപരമായിട്ടൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്കതിനകത്ത് താല്പര്യമില്ല, പക്ഷേ നീ അതേ ചെയ്യാവൂ, നമ്മുടെ കുടുംബത്തിൻ്റെ ബിസിനസ്സാണ്, നമ്മുടെ രീതി ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ ആ ബിസിനസ്സിലേക്ക് എന്നെ വലിച്ചങ്ങിടും. ട്രഡീഷണൽ മണിയിൽ നമ്മൾ ഈ മാർവാടീസ് എന്ന് പറയത്തില്ലേ, നമ്മൾ ഈ സിനിമയിലൊക്കെ മറ്റേ തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്ന മാർവാടിമാർ, അവരുടെ കുടുംബത്തിലുള്ളവർ ആ ഒരു ബിസിനസ്സിലേക്ക് പോകും. ഇഷ്ടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് കമ്പലിംഗ് ആണ്, നിങ്ങൾ ഈ ബിസിനസ് ചെയ്താൽ മതി. ചില ബിസിനസ്സുകൾ ചെയ്യാൻ താല്പര്യമുള്ളവരെ കൊണ്ട് സമ്മതിപ്പിക്കത്തില്ല. അതാണ് ഇൻസ്റ്റിഗേറ്റഡ് ഓൺട്രപ്രണേഴ്സ്. പിന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ നിലനിൽക്കുന്ന അൺഎംപ്ലോയ്മെൻ്റ് ഇല്ലേ, എല്ലാവർക്കും ജോലി കിട്ടത്തില്ലല്ലോ. ആ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻസ്റ്റിഗേറ്റായി എന്നാൽ പിന്നെ ഒരു ബിസിനസ് അങ്ങ് ചെയ്യാം. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദമാണ്. ആദ്യം ഞാൻ പറയുന്നത് ചില ഫാമിലിയിൽ നിന്ന് പ്രഷർ വരും, നിങ്ങൾ ഈ ബിസിനസ് തന്നെ ചെയ്താൽ മതി. ചിലത് അങ്ങനൊന്നുമല്ല, പട്ടിണിയാണ്. പട്ടിണി മാറ്റാൻ ജോലി കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. നമ്മുടെ ഈ വഴിവക്കത്തൊക്കെ ഇരുന്ന് ഈ ഫുട്പാത്തിലൊക്കെ ഇരുന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരെ കളിയാക്കിയൊന്നും വേണ്ട. അവരെടുക്കുന്നത് വലിയ റിസ്ക്കാണ്. അവരെല്ലാം ട്രേഡിംഗ് ഓൺട്രപ്രണേഴ്സ് അല്ലേ. നമ്മുടെ ഈ റോഡിലെ ഫുട്പാത്തിൽ ഇരുന്നിട്ട് ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങി വിൽക്കുന്നത് ദേ ആർ ഓൺട്രപ്രണേഴ്സ്. ട്രേഡിംഗ് ഓൺട്രപ്രണേഴ്സ് എന്ന് വിളിച്ചൂടെ? എന്തിനാണ് അവർ ഫുട്പാത്തിൽ ഇരുന്ന് വെയിൽ കൊള്ളുന്നത്? ദേ ആർ ഇൻസ്റ്റിഗേറ്റഡ് ഓൺട്രപ്രണേഴ്സാണ്. അതായത് ജീവിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ജീവിക്കാൻ വേണ്ടി ഓൺട്രപ്രണേഴ്സ് ആവുന്നവരുമുണ്ട്. നിങ്ങളിപ്പോൾ ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ മുകേഷ് അംബാനി മാത്രമല്ല, നമ്മുടെ ഈ കൊല്ലത്തും ട്രിവാൻഡ്രത്തും ആലപ്പുഴയിലും ഒക്കെ ഫുട്പാത്തിലൊക്കെ ഇരുന്ന് ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കുന്നതടക്കം ഓൺട്രപ്രണേഴ്സാണ്. അവരും ചെയ്യുന്നത് റിസ്കി ബിസിനസ്സാണ്. എത്ര പ്രോഡക്റ്റ് വിൽക്കുമെന്ന് അവർക്കും അറിയത്തില്ല. ദിസ് ഈസ് കോൾഡ് ഇൻസ്റ്റിഗേറ്റഡ് ഓൺട്രപ്രണർ. പ്രധാനമായിട്ടും ഓൺ ദ ബേസ് ഓഫ് മോട്ടിവേഷനിൽ പ്യുവർ ഓൺട്രപ്രണർ അവരെങ്ങനെ മോട്ടിവേറ്റ് ആവുന്നത്? ആ വാക്കിൽ തന്നെ ഉണ്ടല്ലോ, അവർക്ക് പ്രോഫിറ്റാണ്. അവർ പ്രോഫിറ്റ് കണ്ട് തന്നെയാണ് എടുത്ത് ചാടുന്നത്.
ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രണേഴ്സ് അവരെങ്ങനെയാണ് മോട്ടിവേറ്റ് ആവുന്നത്? അവർ സർക്കാർ കൊടുക്കുന്ന കുറേ സഹായങ്ങളിൽ ആകൃഷ്ടരാകുന്നവരാണ്. മോട്ടിവേറ്റഡ് ഓൺട്രപ്രണർ അവരാണ് ശരിക്കും മിടുക്കർ. അവർ തൽക്കാലം പ്രോഫിറ്റോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഔദാര്യമോ ഒന്നുമല്ല നോക്കുന്നത്. കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് എന്തെങ്കിലും ഒരു പുതുമ ചെയ്യണം, ഞാനായിരിക്കണം ആ പ്രോഡക്റ്റ് കൊണ്ടുവരേണ്ടത്. ആ രീതിയിൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, വി ഗാർഡ് ആ സ്റ്റെബിലൈസർ കൊണ്ടുവരുമ്പോൾ അയാളുടെ മനസ്സിൽ നമ്മുടെ ഇത്ര കോടി രൂപയുടെ ആസ്തി ഉണ്ടാക്കണം എന്നൊന്നും ചിന്തിച്ചു പോലും കാണത്തില്ല. പല കാര്യങ്ങളും അവരാണ് ഒരു പുതുമ കൊണ്ടുവരുന്നത്. ദെൻ സ്പോണ്ടേനിയസ്, വളരെ പെട്ടെന്ന് മീൻസ് അവർ ഇൻബോൺ ടാലൻറ്റഡ് ആയിരിക്കും. ഓക്കെ. ദെൻ ഇൻസ്റ്റിഗേറ്റഡ് ഉണ്ട്. അവരുടെ മോട്ടിവേഷൻ്റെ പ്രധാനപ്പെട്ട കാര്യം 1 ഫാമിലി പ്രഷർ, 2 പട്ടിണി. അങ്ങനെയാണ് ഞാൻ പറയും, ജീവിക്കാൻ വേണ്ടി ഓൺട്രപ്രണേഴ്സ് ആവുക. അതാണ് ഇൻസ്റ്റിഗേറ്റഡ് ഓൺട്രപ്രണേഴ്സ്. ഇതിപ്പോൾ എത്രാമത്തെ ക്ലാസിഫിക്കേഷനാണ്? 3ാമത്തെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു അല്ലേ? ഇനി മെയിനായിട്ട് 4ാമത്തത് ഗ്രോത്തിൻ്റെ ബേസിൽ, വളർച്ചയുടെ ബേസിൽ ഗ്രോത്ത് ഓൺട്രപ്രണേഴ്സും ഉണ്ട്, സൂപ്പർ ഗ്രോത്ത് ഓൺട്രപ്രണേഴ്സും ഉണ്ട്. വളർച്ചയുള്ളവരുമുണ്ട്, അമിത വളർച്ചയുള്ളവരുണ്ട്. അതായത് ഗ്രോത്ത് ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ വളരും. അതായത് ഈ ഗോൾഡ് ബിസിനസ്, ടെക്സ്റ്റൈൽ ബിസിനസ്, ഇതിനൊക്കെ നല്ല വളർച്ച ഉള്ളത് തന്നെയാണ്. പക്ഷേ നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാവാനൊന്നും പറ്റത്തില്ല തുണിക്കച്ചവടം ചെയ്ത്. നിങ്ങളത് മനസ്സിലാക്കുക, ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ പണക്കാരന്മാർ ഈ തുണിക്കച്ചവടം ചെയ്യുന്നവരൊന്നുമല്ല. അവരാണ് സൂപ്പർ ഗ്രോത്ത് ഓൺട്രപ്രണേഴ്സ്. ഇപ്പോൾ മുകേഷ് അംബാനിയുടെ കേസിൽ പെട്രോളിയവും പവറും ഒക്കെയാണ്. ഇൻഫ്രാസ്ട്രക്ചർ, പവർ, പെട്രോളിയം, ഓയിൽ ആൻഡ് ഗ്യാസ്, അങ്ങനത്തെ സൂപ്പർ ഗ്രോത്ത് ഓൺട്രപ്രണേഴ്സും ഉണ്ട്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അവരുടെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഹൈ ആയിരിക്കും. അപ്പോൾ 2 ടൈപ്പ് ബിസിനസ്സുകാരുള്ളൂ. ഒന്ന് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അവർക്ക് വളരാം, പക്ഷേ വളരുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. മാക്സിമം അങ്ങേ അറ്റം പോയി കഴിഞ്ഞാൽ ഇത്ര കോടി രൂപ വരെ സമ്പാദിക്കാം. എന്നാൽ സൂപ്പർ ഗ്രോത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അത്രത്തോളം ഭയാനകമായ രീതിയിലുള്ള ബിസിനസ്സായിരിക്കും. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും വലിയ പണക്കാരൻ മുകേഷ് അംബാനി എന്ന് പറയുമ്പോഴത്തേക്ക് പെട്രോളിയം ആൻഡ് ഗ്യാസ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ വലിയ വലിയ ബിസിനസ്സുകൾ എടുത്താൽ മാത്രമേ ലക്ഷക്കണക്കിന് കോടി രൂപ എന്നല്ല ഞാൻ പറയുന്ന, ലക്ഷക്കണക്കിന് കോടി രൂപയൊക്കെ സമ്പാദിക്കണമെങ്കിൽ അത്രത്തോളം വലിയ ബിസിനസ് വേണം. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്ന ആളിനി എത്രയൊക്കെ ശ്രമിച്ചാലും മുകേഷ് അംബാനി ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം ഒരു തുണി വിൽക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. നെസസിറ്റി ഗുഡ്സ് ആണെങ്കിൽ പോലും നമ്മൾ ഡെയിലി പോയി ഡ്രസ്സ് എടുക്കത്തൊന്നുമില്ല. പക്ഷേ പെട്രോളിയം ആൻഡ് ഗ്യാസൊക്കെ എന്ന് പറയുന്നത് അത്രത്തോളം തൊട്ടാൽ പൊള്ളും, നമ്മൾ തീ പിടിക്കുന്ന ബിസിനസ്സുകളാണ്. പെട്രോളിൻ്റെ തീ പിടിക്കുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അത്രത്തോളം പ്രോഫിറ്റാണ്. ഓരോ ദിവസവും വരുന്നത് ആയിരക്കണക്കിന് കോടിയുടെ ലാഭമായിരിക്കും. അങ്ങനെ നമുക്ക് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഗ്രോത്ത് ഓൺട്രപ്രണേഴ്സും സൂപ്പർ ഗ്രോത്ത് ഓൺട്രപ്രണേഴ്സും. ഹിയർ കംസ് ദ ഹീറോ. ഇതാണ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്, ഓൺ ദ ബേസ് ഓഫ് നേച്ചർ. ഇതാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഓർത്ത് വെക്കേണ്ടത്. നമുക്കിവിടെ 4 ടൈപ്പ് ഓൺട്രപ്രണേഴ്സ് ഉണ്ട്. ഇതിൽ നിന്നൊരു ചോദ്യം 1 മാർക്കിന് കാണും. കഴിഞ്ഞ തവണ ഡ്രോൺ ഓൺട്രപ്രണറാണ് ചോദിച്ചത്, മിക്കവാറും കാണും കേട്ടോ. ഓൺ ദ ബേസ് ഓഫ് നേച്ചറിൽ 4 ടൈപ്പ് ഓൺട്രപ്രണേഴ്സ് ഉണ്ട്. ഓൺ ദ ബേസ് ഓഫ് നേച്ചറിൽ 4 ടൈപ്പ്: ഇന്നൊവേറ്റീവ് ഓൺട്രപ്രണേഴ്സ്, ഇമിറ്റേറ്റീവ് ഓൺട്രപ്രണേഴ്സ്, ഫേബിയൻ ഓൺട്രപ്രണേഴ്സ്, ഡ്രോൺ ഓൺട്രപ്രണേഴ്സ്. ഒരിക്കൽ കൂടെ വാക്കുകളൊന്ന് കേട്ടോ: ഇന്നൊവേറ്റീവ് ഓൺട്രപ്രണേഴ്സ്, ഇമിറ്റേറ്റീവ് ഓൺട്രപ്രണേഴ്സ്, ഫേബിയൻ ഓൺട്രപ്രണേഴ്സ്, ഡ്രോൺ ഓൺട്രപ്രണേഴ്സ്. എന്താണ് ഇവരൊക്കെ എന്ന് പഠിപ്പിച്ചു തരാം. ഇന്നൊവേറ്റീവ് ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ നേരത്തെ ആ വാക്കിൽ തന്നെ ഉണ്ട്, സംതിങ് ന്യൂ. ഒരു പുതിയ പ്രോഡക്റ്റോ പുതിയ പ്രൊഡക്ഷൻ ടെക്നിക്കോ പുതിയൊരു മാർക്കറ്റോ എന്തെങ്കിലും ഒരു പുതുമ കൊണ്ടുവരണം. അയാളായിരിക്കും അത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടുന്നത്. അങ്ങനെ വാശിയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ റിസ്ക്കും കൂടുതലാണ്. കാര്യം മാർക്കറ്റിലേക്ക് ആദ്യമായിട്ടൊരു പ്രോഡക്റ്റ് എത്തുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല അത് കസ്റ്റമേഴ്സ് വാങ്ങുമോ എന്ന്. അത്രയും വലിയ റിസ്ക് എടുക്കുന്ന ദ റിയൽ ഓൺട്രപ്രണർ, അവരാണ് യഥാർത്ഥ ഓൺട്രപ്രണേഴ്സ്. കാര്യം അവർക്ക് റിസ്ക്കാണ്. അങ്ങനെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിയിട്ടില്ല, അവർ ആ റിസ്ക് എടുത്ത് ഏറ്റെടുക്കുവാണ്. സോ ഇന്നൊവേറ്റീവ് ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ഈസ് ദ വൺ ഹൂ ഇൻട്രൊഡ്യൂസസ് ന്യൂ ഗുഡ്സ്, ഇൻട്രൊഡ്യൂസസ് ന്യൂ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്കവേഴ്സ് ന്യൂ മാർക്കറ്റ്. അങ്ങനെ എല്ലാത്തിലും പുതുമ ആഗ്രഹിച്ച് ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുന്നയാളാണ് ഇന്നൊവേറ്റീവ് ഓൺട്രപ്രണർ. അതൊക്കെയാണല്ലോ. അടുത്തത് ആ വാക്കിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ആരായിരിക്കും ഇമിറ്റേറ്റീവ്? ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോപ്പി അടിക്കുക എന്നാ. ഇമിറ്റേറ്റീവ് ഓൺട്രപ്രണർ ആരാ? ഇമിറ്റേറ്റീവ് ഓൺട്രപ്രണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നൊവേറ്റീവ് ഓൺട്രപ്രണർ കൊണ്ടുവരുന്ന കാര്യം മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞിട്ട് പതുക്കെ അടിച്ചു മാറ്റുന്നയാൾ. ഒരാൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞല്ലോ, സംഭവം കൊള്ളാം കേട്ടോ, ഇത് നമുക്കങ്ങ് അടിച്ചു മാറ്റാം. മീൻസ് ആ പ്രോഡക്റ്റ് നമുക്ക് അടിച്ചു മാറ്റാമെന്നല്ല, ഇതുപോലൊരു പ്രോഡക്റ്റ് നമുക്കും ഇറക്കാം. പറഞ്ഞ മനസ്സിലാവും. ഇപ്പോൾ ആദ്യമായിട്ടൊരു പ്രോഡക്റ്റ് കൊണ്ടുവന്നപ്പോൾ സംഭവം കൊള്ളാമല്ലോ, നമുക്കും ഇറക്കിയാലോ. അങ്ങനെ ഇന്നൊവേറ്റീവ് ഓൺട്രപ്രണറുടെ ഐഡിയ അടിച്ചു മാറ്റുന്നയാളാണ് ഇമിറ്റേറ്റീവ് ഓൺട്രപ്രണർ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ആരാണ് ഫാബിയൻ ഓൺട്രപ്രണർ? അത് മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു പരീക്ഷാ ഹാള്, ഇതൊരു എക്സാം ഹാളാണ്. ഇവിടെ ഒരു കുട്ടി ഇരിപ്പുണ്ട്, ഇവിടെ ഒരു കുട്ടി ഇരിപ്പുണ്ട്, ഇവിടെ ഒരാളിരിപ്പുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇത്രയും മതി. ഇവനാണെങ്കിൽ നല്ലതുപോലെ പഠിക്കുന്ന പയ്യനാണ്.
ഇവൻ. അപ്പോൾ അവനാണ് ആദ്യമായിട്ട് പരീക്ഷാ പേപ്പറിൽ അവൻ്റെ ആൻസർ എഴുതുന്നത്. എങ്ങൊന്നും കോപ്പി അടിക്കത്തില്ല, മിടുക്കനാണ്. അവൻ ഇരുന്ന് തകർത്തിരുന്ന് പരീക്ഷ എഴുതുവാണ്. ഓക്കെ, ദേ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് അങ്ങോട്ടൊരു നോട്ടമുണ്ട്, കോപ്പി അടിക്കാൻ നോക്കുവാണ്. ഈ ഇരിക്കുന്നവൻ പതുക്കെ അവ എഴുതുന്നില്ല, നൈസായിട്ട് പേപ്പറിലോട്ട് എഴുതിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇവനെ സംബന്ധിച്ച് ഒന്നും പഠിക്കണമെന്നില്ല, ഇവൻ തന്നെ എല്ലാ പുതിയ കാര്യങ്ങളും പരീക്ഷാ പേപ്പറിൽ എഴുതിക്കോളും. ഹീ ഈസ് ഇന്നവേറ്റീവ്. മീൻസ് അവനാണ് ആദ്യമായിട്ട് ആ പേപ്പർ എല്ലാം എഴുതുന്നത്. അവൻ എങ്ങൊന്നും കോപ്പി അടിക്കുന്നില്ല, അവൻ്റെ കണ്ടാണിതേ ഇദ്ദേഹം എഴുതുന്നത്. സോ ഹീ ഈസ് ഇമിറ്റേറ്റീവ് ആണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്നറിയോ, ഈ പറയുന്ന മിടുക്കൻ പയ്യൻ എന്തൊക്കെയാണോ പേപ്പറിൽ എഴുതി വെക്കുന്നത് അതെല്ലാം അതേപടി ഇവനങ്ങ് കോപ്പി ചെയ്യുവാണ്. അതിൽ എന്തൊക്കെയാണ് ശരി എന്തൊക്കെയാണ് തെറ്റെന്ന് ഈ മണ്ടൻ അറിയത്തില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇദ്ദേഹം നന്നായിട്ട് പഠിക്കുന്ന ആളാണ്, ഓക്കെ, പക്ഷേ അയാൾക്കും തെറ്റ് വരാമല്ലോ. അതൊന്നും ഇവൻ അറിയത്തില്ല. അതെല്ലാം അതുപോലെ അങ്ങ് പകർത്തി വെക്കുവാണ്. എന്നാൽ ഇവനാളിത്തിരി പ്രശ്നക്കാരനാണ്. ഇവൻ എന്താ ചെയ്യുന്നതെന്നറിയോ? ഇദ്ദേഹം എഴുതുന്ന കാര്യമുണ്ടല്ലോ, അല്ലെങ്കിൽ ഇയാൾ എവിടെ നിന്നും ആയിക്കോട്ടെ, ഇവരുടെ നിന്ന് കോപ്പി അടിക്കും. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്നറിയോ, ഇവരെഴുതി വെക്കുന്ന തെറ്റൊന്നും ഇവൻ എഴുതുന്നില്ല. അപ്പോൾ ഇവൻ നോക്കുന്നത് എന്താണെന്നറിയോ, ഇവരുടെ ശരി ഉത്തരങ്ങൾ. ഇവന് കറക്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഇവരുടെ ശരി ഉത്തരങ്ങൾ മാത്രമേ ഇവ എഴുതുന്നുള്ളൂ. വ്യത്യാസം മനസ്സിലായോ? ഈ മന്ദബുദ്ധി ഇവൻ എഴുതുന്ന എല്ലാം എഴുതി വെക്കുവാണ്. കംപ്ലീറ്റ് ഇമിറ്റേഷനാണ്. പക്ഷേ ഫാബിയൻ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന് ഡിലേ എന്ന വാക്കിനർത്ഥം. ഫാബിയൻ എന്ന് പറഞ്ഞാൽ ഡിലേ ചെയ്യുക എന്നാ. ഇവനൊരല്പം വെയിറ്റ് ചെയ്യും, ഒന്ന് വായിച്ച് നോക്കും പതുക്കെ ഇരുന്നിട്ട്. ഇവ എഴുതുന്നതൊക്കെ തെറ്റാണല്ലോ, ഇത് ഞാൻ എഴുതുന്നില്ല, അടുത്തത് വരട്ടെ. അങ്ങനെ ഡിലേ വരുത്തി ഇവരുടെ സക്സസ് റേറ്റ് നോക്കിയിട്ടേ കോപ്പി അടിക്കത്തുള്ളൂ. അതായത് ഇന്നവേറ്റീവ് ഓൺട്രപ്രണർ എന്താണോ കൊണ്ടുവരുന്നത് അത് കണ്ണും പൂട്ടി ഇവനങ്ങ് ഇമിറ്റേറ്റ് ചെയ്യും. ഇന്നവേറ്റീവ് ഓൺട്രപ്രണർ പരാജയപ്പെട്ടാൽ ഇവനും പരാജയപ്പെടും. ഫാബിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലേ വരുത്തും. വെയിറ്റിംഗ്. ഇന്നവേറ്റീവ് ഓൺട്രപ്രണർ കൊണ്ടുവരുന്ന മെത്തേഡും കാര്യങ്ങളുമൊക്കെ സക്സസ് ആവുമെങ്കിൽ മാത്രമേ ഇയാൾ കോപ്പി അടിക്കത്തുള്ളൂ. അത്രയൊന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അവർ ഭയങ്കര കോഷ്യസ് ആയിരിക്കും, ചാടി കയറി ഇമിറ്റേറ്റ് ചെയ്യത്തില്ല. ദേ ബിക്കം റെഡി ടു ഇനിഷ്യേറ്റ് ചേഞ്ചസ് ഓൺലി വെൻ ദേ ആർ കൺവിൻസ്ഡ് ദാറ്റ് എ ഫെയിലിയർ ടു ഡു സോ വുഡ് റിസൾട്ട് ഇൻ എ ലോസ് ഓഫ് ദ റിലേറ്റീവ് പൊസിഷൻ. പുതിയ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യാൻ റെഡിയാണ്, പക്ഷേ അവർക്ക് ഉറപ്പ് വരണം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് പരാജയം സംഭവിക്കില്ല. ഇന്നവേറ്റീവ് ഓൺട്രപ്രണർ കൊണ്ടുവരുന്നത് അതുപോലെ കോപ്പി അടിച്ചാൽ ഇമിറ്റേറ്റീവ് അതിൻ്റെ ഒരു സക്സസ് ഒക്കെ മനസ്സിലാക്കി വളരെ പതുക്കെ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫാബിയൻ ഓൺട്രപ്രണർ. ഇത്രയും മനസ്സിലായി കോപ്പിയുടെയായിട്ട് ബന്ധപ്പെടുത്തി. ഈ ഒരു കേസ് മനസ്സിലായല്ലോ. ഈ ഒരു എക്സാം ഹാളിൽ ഇവൻ എല്ലാ കാര്യവും സ്വന്തമായിട്ട് എഴുതുന്നു. അപ്പോൾ അവനാണ് ഇന്നവേറ്റീവ് ഓൺട്രപ്രണർ. അവൻ എഴുതുന്നതെല്ലാം അതേപടി ഇവനങ്ങ് കോപ്പി അടിക്കുകയാണ്. ഇമിറ്റേറ്റീവ് അവരുടെ ഒരു സക്സസ് റേറ്റ് മീൻസ് അവരുടെ എഴുതുന്നതൊക്കെ ശരിയാണോ, ഇവന്മാർ എഴുതി വെക്കുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് ഫിൽറ്റർ ചെയ്തിട്ട് അത്രയും നോളജൊക്കെ വേണം കേട്ടോ. പൊട്ടന്മാരല്ലല്ലോ ഓൺട്രപ്രണേഴ്സ് ആവുന്നത്. അപ്പോൾ നോക്കുമ്പം ഈ ഇന്നവേറ്റീവ് ഓൺട്രപ്രണർ മീൻസ് ഇയാൾ കൊണ്ടുവന്നത് ശരിയാവത്തില്ല, സക്സസ് ആവത്തില്ല. അപ്പോൾ ഇവർ കൊണ്ടുവരുന്നതിൻ്റെയൊക്കെ സക്സസ് മനസ്സിലാക്കി അത് മാത്രം അപ്ലൈ ചെയ്യുന്ന ആളാണ് ഫേബിയൻ. ഇവിടെ വേറെ ഒരുത്തി ഇരിപ്പുണ്ട്. തല്ലിക്കൊന്നാലും അവനിതൊന്നും വേണ്ട. ഒരു തരത്തിൽ ആരുടെയൊന്നും കോപ്പി അടിക്കുന്നില്ല. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാൻ ആരെയൊന്നും ഒന്നും കോപ്പി അടിക്കത്തില്ല. തോക്കുന്നെങ്കിൽ തോക്കട്ട്. ഇതാണ് ആറ്റിറ്റ്യൂഡ്. അതാണ് ഡ്രോൺ. മുങ്ങിത്താഴുക എന്നാണ് ഡ്രോൺ എന്ന് പറഞ്ഞാൽ, താഴേക്ക് പോവുക. എന്ത് സംഭവിച്ചാലും ശരി തന്നെ, ഞാൻ ഒരു ടെക്നിക്കും ഒരു ചേഞ്ചും ഏർപ്പെടില്ല. പൊട്ടുന്നെങ്കിൽ പൊട്ടട്ട്. അതാണ് ഡ്രോൺ ഓൺട്രപ്രണർ. ചില പിള്ളേർ അങ്ങനെ ഒരു തരത്തിലും ഈ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും കണ്ടെഴുത്തില്ല. അവർക്ക് ആകെ അറിയാവുന്ന 4-3-7 ചോദ്യമായിരിക്കും. തോക്കുന്നെങ്കിൽ തോക്കട്ട്. അവൻ പറയുന്നത് അന്തസ്സാണ്. അതിനകത്തൊരു അന്തസ്സുണ്ടോ? അന്തസ്സായിട്ട് തോക്കട്ടെ, ഞാൻ ആരെയൊന്നും കണ്ടെഴുത്തില്ല. അപ്പോൾ ഇന്നവേറ്റീവ് ഓൺട്രപ്രണറാണ് പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് എല്ലാം പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അത് അതേപടി അങ്ങ് കോപ്പി അടിക്കുന്നതാണ് ഇമിറ്റേറ്റീവ്. അതിൻ്റെ ഒരു സക്സസ് ഒക്കെ മനസ്സിലാക്കി ഫെയിലിയർ ആണെങ്കിൽ കോപ്പി അടിക്കത്തില്ല. ആ സക്സസ് മനസ്സിലാക്കിയിട്ട് അതുപോലെ അപ്ലൈ ചെയ്യുന്നയാളാണ് ഫാബിയൻ ഓൺട്രപ്രണർ. ഇനി തല്ലിക്കൊന്നാലും ശരി തന്നെ ഞാനൊരു പുതുമയും പരീക്ഷിക്കത്തില്ല എന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന ആളാണ് ഡ്രോൺ ഓൺട്രപ്രണർ. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ തന്നെ പഠിക്കുക. അവർ ഒരു ചേഞ്ച് കൊണ്ടുവരത്തില്ലോ. ഡ്രോൺ ഓൺട്രപ്രണേഴ്സ് ആർ ദോസ് ഹു ആർ അൺവില്ലിംഗ് ടു ബ്രിങ് അബൌട്ട് എനി ചേഞ്ചസ് എന്നാണ്. അവർ ബിസിനസ്സിലേക്ക് ഒരു മാറ്റവും കൊണ്ടുവരത്തില്ല. ഇന്നും പഴയ രീതിയിൽ പോവും. നഷ്ടമാണെങ്കിൽ നഷ്ടം, ഒരു പുതുമയും വേണ്ട. ഇതാണ് ടൈപ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ്സിൽ ബിസിനസ് ഓൺട്രപ്രണർ, ട്രേഡിംഗ് ഓൺട്രപ്രണർ, പിന്നെ എന്തായിരുന്നു കോർപ്പറേറ്റ് ഓൺട്രപ്രണർ, ദെൻ ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണർ, അഗ്രികൾച്ചറൽ ഓൺട്രപ്രണർ. യൂസ് ഓഫ് ടെക്നോളജിയിൽ ടെക്നിക്കൽ ഓൺട്രപ്രണർ, പ്രൊഫഷണൽ ഓൺട്രപ്രണർ. ഓൺ ദ ബേസ് ഓഫ് മോട്ടിവേഷനിൽ പ്യൂർ ഓൺട്രപ്രണർ, ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രണർ, മോട്ടിവേറ്റഡ് ഓൺട്രപ്രണർ, ദെൻ സ്പോണ്ടേനിയസ് ഓൺട്രപ്രണർ, ഇൻസ്റ്റിഗേറ്റഡ് ഓൺട്രപ്രണർ. ഓൺ ദ ബേസ് ഓഫ് ഗ്രോത്തിലോ ഗ്രോത്ത് ഓൺട്രപ്രണർ, സൂപ്പർ ഗ്രോത്ത് ഓൺട്രപ്രണർ. ഓൺ ദ ബേസ് ഓഫ് നേച്ചറിലോ നിങ്ങൾ 4 പ്രധാനമായിട്ടും പഠിച്ചാൽ മതി. ഇന്നവേറ്റീവ്, ഇമിറ്റേറ്റീവ്, ഫേബിയൻ, ഡ്രോൺ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ, ഇനി വളരെ ജനറൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. പെട്ടപ്പെടാ പറഞ്ഞു പോവാം. ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണറുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കണം?
ഇഷ്ടംപോലെ എഴുതാൻ പറ്റും. വരണേ എന്ന് പ്രാർത്ഥിക്കുക 4 മാർക്കിനെങ്കിലും. ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണറുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആവണം, ഹൈ അച്ചീവ്മെൻറ്റ് ആഗ്രഹിക്കുന്ന ആളാവണം, സ്റ്റബ്ബോൺ ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും വളരെ പോസിറ്റീവായിട്ട് തന്നെ കണക്കാക്കുന്ന ഒരാളായിരിക്കണം, ഇൻഡിപെൻഡൻറ്റ്, വേറൊരാളുടെ തണലിലാവരുത്, സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവണം, ക്ലിയർ ഫോർസൈറ്റ്, വരാനിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മുൻകൂട്ടി കാണാൻ പറ്റണം, ഓർഗനൈസിങ് കപ്പാസിറ്റി, അറിയാമല്ലോ എല്ലാ കാര്യങ്ങളും മെറ്റീരിയൽ മണി എല്ലാം ഓർഗനൈസ് ചെയ്യാൻ പറ്റണം, ഇന്നവേറ്റീവ് സ്കില്ല്, പുതിയ പുതിയ കാര്യങ്ങൾ ചിന്തിച്ചെടുക്കാനുള്ളൊരു കഴിവുണ്ടാവണം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്. സിമ്പിൾ. കണ്ടിന്യൂഷൻ, അവരുടെ ക്വാളിറ്റി എന്തൊക്കെയായിരിക്കണം? ഒരു ഓൺട്രപ്രണറുടെ ക്വാളിറ്റി, റിസ്ക് ഏറ്റെടുക്കാനുള്ള കഴിവുണ്ടാവണം, ടെക്നിക്കൽ നോളജും പുതിയ പുതിയ ചേഞ്ച് വരുത്താനുള്ള ഒരു നോളജ് ഉണ്ടാവണം. ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിക്കണം കേട്ടോ. റിസോഴ്സ് മൊബിലൈസേഷൻ, കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടാവണം, മെൻ്റൽ എബിലിറ്റി ഉണ്ടാവണം, ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ്, ബിസിനസ് സീക്രട്ട് എല്ലാം സൂക്ഷിച്ച് വെക്കാനുള്ള കഴിവുണ്ടാവണം, മറ്റുള്ളവരുമായിട്ട് കൃത്യമായിട്ട് ഇടപെടുകാനുള്ളൊരു കഴിവുണ്ടാവണം, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം. ഇങ്ങനെ 100 കാര്യം പറയാൻ പറ്റും. ദെൻ ഡിസിഷൻ മേക്കർ ആയിരിക്കണം, ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കണ്ടെത്താൻ പറ്റണം, ക്വാളിറ്റി കോൺഷ്യസ് ആയിരിക്കണം, അതായത് തൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കണം ഏറ്റവും നല്ലത് എന്നൊരു വിചാരം വേണം, എഫിഷ്യൻറ്റ് മോണിറ്ററിങ്, എല്ലാ കാര്യവും കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യണം, സ്വന്തം എംപ്ലോയീസിനെ പറ്റി നല്ല കൺസേൺ വേണം, അവർക്ക് വേണ്ടുന്ന വെൽഫെയർ മെഷറെല്ലാം കൊടുക്കണം. അതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്വാളിറ്റീസ്. ഒന്നും ഇടോ എല്ലാം കണ്ടിന്യൂഷനാണ്. പിന്നെ സ്കില്ല്, എടോ ക്യാരക്ടറിസ്റ്റിക്സും സ്കില്ലും ക്വാളിറ്റിയും എന്താ പറയുക, അതെല്ലാം ഫീച്ചറും എല്ലാം ഒരേ പോയിൻ്റൊക്കെ തന്നെ. ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ടായിരിക്കണം, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം, റിസ്ക് ടേക്കിംഗ് എബിലിറ്റി ഉണ്ടായിരിക്കണം, എത്തിക്സ് ഉണ്ടായിരിക്കണം, ദെൻ ചേഞ്ചുമായിട്ട് നല്ല രീതിയിൽ കംഫർട്ടായി പോകാൻ പറ്റണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാവണം. ഒരേ കാര്യങ്ങൾ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 3-4 ടോപ്പിക് ഒന്ന് കമ്പൈൻ ചെയ്ത് വായിക്കാം അല്ലേ? നിങ്ങളത് വായിക്കണമെന്നില്ല ഞാൻ പറയത്തില്ല, നിങ്ങൾക്ക് ഇത്തിരി ജനറൽ അവയർനെസ് ഒക്കെ ഇല്ലേ? ഒരു നല്ലൊരു ഓൺട്രപ്രണറുടെ ക്യാരക്ടറിസ്റ്റിക്സും ക്വാളിറ്റിയും സ്കില്ലുമൊക്കെ ചോദിക്കാം. ഒരു ഓൺട്രപ്രണറുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അയാളുടെ സ്കിൽ എന്തൊക്കെയാണ്, പുള്ളിക്കാരൻ്റെ ദെൻ എന്തൊക്കെ ചോദിക്കാം. അയാളുടെ സ്കില്ല് ചോദിക്കാം, ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാം, പുള്ളിക്കാരൻ്റെ ലീഡർഷിപ്പ്, ദെൻ സ്കില്ല്, ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ക്വാളിറ്റീസ്, ട്രൈറ്റ്സ്, എന്ത് ചോദിച്ചാലും നിങ്ങളുടെ ഒരു 10 പോയിൻ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. അത് കൃത്യമായിട്ടൊരു വളരെ ജനറൽ ടോപ്പിക്കാണ്. അതങ്ങനെ അങ്ങ് പോട്ടെ. ഇതൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇതുവരെ നിങ്ങൾ നോക്കിക്കോ, എല്ലാ ടോപ്പിക്കും ഞാൻ ഓൺട്രപ്രണർ എന്ന ടോപ്പിക്ക് മാത്രമാണ് നിർത്തിയിരിക്കുന്നത്. ഞാൻ ഇവിടെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്നത്, അപ്പോൾ ഓൺട്രപ്രണർ എന്ന ടോപ്പിക്ക് അങ്ങ് പഠിച്ച് തീർക്ക്. നിങ്ങൾ ടെക്സ്റ്റൊക്കെ അങ്ങ് അടച്ച് പോയി, അതിനകത്ത് ഓർഡർ ഒന്നും നോക്കണ്ട, ഈ ഒരു ഓർഡർ ഫോളോ ചെയ്ത് പോയാൽ മതി. അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് വുമൺ ഓൺട്രപ്രണേഴ്സാണ്. ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത്രയും നേരം പഠിച്ച എല്ലാം മെയിൽ ഓൺട്രപ്രണർ ആണോ എന്ന്. അങ്ങനല്ല. നമ്മളൊരു ബസ്സിൽ കയറിയാലേ, നിങ്ങളൊരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് സീറ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടി റിസർവ് ചെയ്യും, ബാക്കി സീറ്റുകളോ അത് പുരുഷന്മാർക്കെന്നല്ല, ബാക്കി സീറ്റിൽ ആർക്കും ഇരിക്കാമെന്നാണ്. കുറച്ച് സീറ്റുകൾ സ്ത്രീകൾക്ക് മാത്രം, ബാക്കി സീറ്റുകൾ ആർക്കും ഇരിക്കാം. അതിനകത്ത് ഈ പിരിക്കുന്ന സീറ്റുകളിൽ മൊത്തം സ്ത്രീകൾക്കും ഇരിക്കാം. ഈ പറയുന്ന സീറ്റുകളെല്ലാം പുരുഷന്മാർക്കും ഇരിക്കാം, പക്ഷേ ഇങ്ങോട്ട് വന്നിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ ഇതുവരെ ഡീൽ ചെയ്തത് മുഴുവനും ഓവറോൾ ഓൺട്രപ്രണറെ പറ്റി. അതിനകത്ത് സ്ത്രീയും പുരുഷനും എല്ലാം വരും. ഇനി നമുക്ക് ആ വുമൺ ഓൺട്രപ്രണർ എന്ന ടോപ്പിക്ക് മാത്രമായിട്ട് ചെറുതായിട്ടൊന്ന് പഠിക്കാനുണ്ട്. പ്രധാനമായിട്ടും വുമൺ ഓൺട്രപ്രണേഴ്സിൻ്റെ പ്രോബ്ലംസാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചതെല്ലാം കോമണാണ്. കാര്യം ആണായാലും പെണ്ണായാലും ബിസിനസ് ചെയ്യണമെങ്കിൽ ഒരേ ക്വാളിറ്റി, ഒരേ എഡ്യൂക്കേഷൻ, ഒരേ ക്വാളിറ്റി സ്കില്ല്, അതെല്ലാം സെയിം തന്നെ ആയിരിക്കണം. നമ്മളിവിടെ കൂടുതലും ഡീൽ ചെയ്യുന്നത് വുമൺ ഓൺട്രപ്രണേഴ്സിൻ്റെ പ്രോബ്ലംസാണ്. ആരാണൊരു വുമൺ ഓൺട്രപ്രണർ? അറിയാലോ, ഒരു വുമൺ ഓൺട്രപ്രണർ ആരാണെന്ന് വെച്ചാൽ ഓൺട്രപ്രണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടുന്ന ഒരു സ്ത്രീ. എ വുമൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് വുമൺ ഹു ഇനിഷ്യേറ്റ്, ഓർഗനൈസ് ആൻഡ് റൺ എ ബിസിനസ് എൻ്റർപ്രൈസ്. വേണമെങ്കിൽ ഒരു മാർക്കിനൊക്കെ എഴുതി വെക്കാം ഇടയിൽ ചോദിച്ചാൽ. അപ്പോൾ ആരാണ് വുമൺ ഓൺട്രപ്രണർ എന്നറിയാം. വുമൺ ഓൺട്രപ്രണേഴ്സിൻ്റെ പ്രോബ്ലംസ് ചിലപ്പോൾ വേണമെങ്കിൽ എസ്സേ വരെ പ്രതീക്ഷിക്കാം. ഒരു സ്ത്രീ ഓൺട്രപ്രണർ ആയുള്ള പ്രോബ്ലംസ് സിമ്പിളാണ്. ഷോർട്ടേജ് ഓഫ് ഫിനാൻസ്. കാര്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഇപ്പം സ്ത്രീ ശാക്തീകരണമെന്നോ സ്ത്രീ വിമോചനമെന്നോ പറഞ്ഞിട്ട് തർക്കിക്കാനൊന്നും വന്നുള്ളരുത്. നമ്മുടെ ഈ ടോപ്പിക്കിൽ പറയുന്നതനുസരിച്ച് സ്ത്രീകളൊക്കെ ഒരല്പം അപ്പർ ഹാൻഡ് കുറവാണെന്ന രീതിയിലാണ് ചിന്തിക്കുന്നത്. അതാ പറഞ്ഞാൽ തർക്കിച്ചുകൊണ്ട് വരരുത്. സ്ത്രീകളെന്ന് പറഞ്ഞാൽ അങ്ങനല്ല ഇങ്ങനല്ല, ഇതൊന്നും ഞാൻ എഴുതി വെച്ചിരിക്കുന്നതല്ല. ഈ ടെക്സ്റ്റിൽ ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ, വുമൺ ഓൺട്രപ്രണേഴ്സിൻ്റെ പ്രോബ്ലംസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരല്പം പുരുഷ മേധാവിത്വം കൂടുതലാണെന്നും സ്ത്രീകളൊരല്പം ഡൗൺ ആണെന്നും ചിന്തിച്ചാലേ ഇതെല്ലാം തലയിൽ കയറത്തുള്ളൂ. അങ്ങനൊന്നുമല്ല, പുരുഷന്മാരൊക്കെ ഉള്ള തന്നെ സ്ത്രീകൾക്കും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ടോപ്പിക്കിന് ഇവിടെ പ്രാധാന്യം ഇല്ല. അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അതായത് ഇന്ത്യയുടെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു മെയിൽ ഡോമിനേറ്റഡ് ആണ്. ഇത് കേട്ട ഉടനെ ചാടി കയറിയിട്ട് ഇതെന്നാരും എനിക്കെതിരെ കേസൊന്നും കൊടുത്തു കളയരുത്. നിങ്ങൾ വിചാരിക്കുന്നത് സ്ത്രീയും പുരുഷനും ഇന്ത്യയിൽ എല്ലാ അർത്ഥത്തിലും ഈക്വലൻ്റ് ആണെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. കാര്യം വുമൺ ഓൺട്രപ്രണേഴ്സിന് പിന്നെ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്കൊരു മുൻവിധി വേണം.
നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് പുരുഷന്മാരോളം പ്രാധാന്യം വരുന്നില്ല. സ്ത്രീകൾ എന്ന രീതിയിൽ പലപ്പോഴും അവർ കംപാർട്ട്മെൻ്റലൈസേഷൻ ചെയ്യുന്നുണ്ട്. സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവർക്ക് ചില കൺസിഡറേഷൻസ് കിട്ടുന്നില്ല. പുരുഷന്മാർക്കുള്ള കുറേ അവകാശങ്ങളും അവർക്കുള്ള കുറേ സൗകര്യങ്ങളും സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല എന്ന കാര്യങ്ങൾ ആദ്യം മനസ്സിൽ വെക്കണം. അത് അങ്ങനൊന്നും അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ടോപ്പിക്കോട്ട് മുന്നോട്ട് പോവില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കുക, മെയിൽ ഓൺട്രപ്രണേഴ്സിനോളം വുമൺ ഓൺട്രപ്രണേഴ്സിന് എന്തൊക്കെയോ കൊണ്ട് എത്താൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ, ഒന്ന്, ഷോർട്ടേജ് ഓഫ് ഫിനാൻസ്. ഒരു വുമൺ ഓൺട്രപ്രണർ എന്ന നിലയിൽ പേഴ്സണൽ സേവിങ്സ് പൊതുവേ കുറവായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ടൊരു വരുമാനം എന്നത് പൊതുവേ കുറവായിരിക്കും. തർക്കിച്ചുകൊണ്ട് വരരുത്. മാത്രമല്ല, സ്ത്രീകൾക്ക് പൊതുവേ ഒരു വുമൺ ഓൺട്രപ്രണറുടെ എന്ന രീതിയിൽ ചിലപ്പോൾ പലപ്പോഴും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്കുമൊക്കെ ലോൺ കൊടുക്കാനൊക്കെ ഒന്നും മടിക്കും. കാര്യം ആ ഒരു വിശ്വാസക്കുറവാണ്. ഇവരൊക്കെ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ്സൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പൊതുവേ സ്ത്രീകളുടെ പേരിലുള്ള പ്രോപ്പർട്ടികൾ കുറവായിരിക്കും. അപ്പോൾ അവർക്ക് സെക്യൂരിറ്റി ഒന്നും വെക്കാൻ കാണത്തില്ല. ഓക്കെ, പിന്നെ ക്രെഡിറ്റ് വർത്തിനെസ് കുറവായിരിക്കും. ഈ പടമൊക്കെ കൊടുത്താൽ തിരിച്ച് കിട്ടുകൂടെ എന്ന ഒരു ചോദ്യത്തിൻ്റെയൊക്കെ ഉത്തരങ്ങൾ പൊതുവേ വരും. ഓക്കെ, ഇത് സംശയമുണ്ടെങ്കിൽ നമ്മളൊരു കുടുംബത്തിൽ ഒരാൾ വന്നിട്ട് നമ്മളിൽ നിന്ന് കടം ചോദിക്കുവാണ്, ഓട്ടോമാറ്റിക്കലി ആ കുടുംബത്തിലെ സ്ത്രീയേക്കാൾ ഉപരി ആ ഒരു പുരുഷനാണ് നമ്മൾ കടം കൊടുക്കുന്നതെങ്കിൽ കുറച്ചൊരു വിശ്വാസമോ, ചേട്ടൻ വരട്ടെ, ചേട്ടൻ വന്ന് പറയാം. അപ്പം നമുക്ക് പൊതുവേ ഒരു ധാരണ എന്ന് പറയുന്നത് സ്ത്രീകളിലേക്ക് പണം എത്തിക്കുക എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസക്കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് നടത്താനായിട്ട് ഷോർട്ടേജ് ഓഫ് ഫിനാൻസ് ഉണ്ടാവാം. സ്കേഴ്സിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് പല രീതിയിൽ പറയാം. ഒന്ന്, റോ മെറ്റീരിയൽസ് ഹൈ പ്രൈസ്ഡ് ആണെങ്കിൽ അത് വാങ്ങുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. രണ്ട്, വളരെ ദൂരെയൊക്കെയാണ് റോ മെറ്റീരിയൽസ് ഇരിക്കുന്നതെങ്കിൽ അത്രയും ദൂരെയൊക്കെ പോയി യാത്ര ചെയ്തൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ബോംബെയിലോ ബാംഗ്ലൂരോ ഒക്കെ ഒറ്റയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ ബുദ്ധിമുട്ടാണ്. ലോങ് ജേണിയൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ചിലപ്പോൾ ഈ സ്കേഴ്സിറ്റി അവരെ ബാധിക്കും. തൊട്ടടുത്ത് നിന്ന് മേടിക്കുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ഞാൻ ശരിക്കും പേടിച്ചാണ് ഈ ടോപ്പിക് എടുക്കുന്നത്. ഇങ്ങനൊന്നും അല്ല എന്ന് നിങ്ങൾ പറയാനാണെങ്കിൽ എന്നെ അതിനകത്ത് വലിച്ചിടണ്ട. ഇങ്ങനൊന്നും അല്ലെങ്കിൽ അങ്ങനൊന്നും അല്ല. ഓക്കെ, സിവിയർ കോമ്പറ്റീഷൻ. നിങ്ങൾക്ക് തന്നെ അറിയാം, മെയിൽ ഓൺട്രപ്രണേഴ്സ് ഇവിടെ ഉള്ളിടത്തോളം വുമൺ ഓൺട്രപ്രണേഴ്സിന് നല്ല കോമ്പറ്റീഷൻ കൊടുക്കും. അപ്പോൾ അങ്ങനെ എന്താ പറയുക, കോമ്പറ്റീഷൻ ഉണ്ട്. ദെൻ ലിമിറ്റഡ് മൊബിലിറ്റി. ലിമിറ്റഡ് മൊബിലിറ്റി ഉദ്ദേശിക്കുന്നത് അവർക്ക് ഒരു യാത്ര അല്ലെങ്കിൽ അവർക്കൊരു എന്താ ഒരിടത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ടൊക്കെ കുറേ ബുദ്ധിമുട്ടാണ്. ഒരു മെയിൽ ഓൺട്രപ്രണറെ പോലെ ഒരു പെട്ടെന്ന് ഒറ്റയ്ക്ക് ഒരു വിദേശയാത്ര നടത്തുക, അങ്ങനത്തെ കാര്യങ്ങൾ നല്ല ബുദ്ധിമുട്ടാണ്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ടത്, കൂടുതലും ഫാമിലി റെസ്പോൺസിബിലിറ്റി അവർക്കല്ലേ, ഈ മക്കളെ നോക്കണം, അങ്ങനെയൊക്കെ കാര്യങ്ങൾ കൂടുതലായിട്ടും. ഇപ്പോൾ മാരീഡ് വുമൺ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഡ്യുവൽ റോളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസ് ബുദ്ധിമുട്ടാണ്. അതിനിടയ്ക്ക് ബിസിനസ്സും കൂടെ ചെയ്യാൻ പോയാൽ ചിലപ്പം കംപ്ലീറ്റ് ആയിട്ട് ബാലൻസ് തെറ്റാം. ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. ഈ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ച് അത്രത്തോളം ഓക്കെ അല്ല. പക്ഷേ ഇന്ത്യ മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ വിമൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്ക് എഡ്യൂക്കേഷൻ വളരെ കുറവാണ്. ഓവറോൾ ഇന്ത്യ എടുത്താൽ പലയിടത്തും വിദ്യാഭ്യാസം വളരെ കുറവാണ്. ഓക്കെ, ഈ പറയുന്ന ഹയർ എഡ്യൂക്കേഷനിലേക്ക് ഒരുപാട് പേര് പോകുന്നില്ല. അത് ഈ ഓൺട്രപ്രണർഷിപ്പിൽ നല്ലൊരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. ഡോമിനേറ്റിംഗ് ഓഫ് മെയിൽസ് ഇൻ ദ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയിൽ ഒരു പുരുഷ മേധാവിത്വം നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതൊരു പ്രശ്നമാണ്. ലോ റിസ്ക് ബെയറിംഗ് എബിലിറ്റി. ജീവിതത്തിൽ ഒരു റിസ്ക് എടുക്കാൻ പൊതുവേ അവരൊരു മാനസികമായിട്ട് അത്രത്തോളം റെഡി ആവണമെന്നില്ല. ഇൻഎഫിഷ്യൻ്റ് അറേഞ്ച്മെൻറ്റ് ഫോർ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് തൊട്ടടുത്തുള്ള മാർക്കറ്റൊക്കെ അവർക്ക് വിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ മിഡിൽ മാൻ വന്ന എല്ലാ ലാഭം കൊണ്ടുപോകും. അവർക്ക് ദൂരെയുള്ള മാർക്കറ്റ് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു പരിണിത ഫലമായിട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും. കാര്യം ചെറിയ നിലയിൽ വളരെ കുറഞ്ഞ റേറ്റിൽ റോ മെറ്റീരിയൽസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും. അടുത്തത് സോഷ്യൽ ആറ്റിറ്റ്യൂഡ്. പൊതുവേ സ്ത്രീകൾ ബിസിനസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവേ നമ്മുടെ സൊസൈറ്റിക്ക് സ്ത്രീകൾ ചെയ്യുന്ന ബിസിനസ് അല്ലേ, പൊതുവേ ഒരു മോശം അഭിപ്രായം. മാത്രമല്ല, ഒരുപാട് രാത്രിയൊക്കെ ആയിട്ട് നിന്ന് ബിസിനസ് ചെയ്യാനൊക്കെ വരുമ്പോഴും നമ്മുടെ ഒരു സോഷ്യൽ ആറ്റിറ്റ്യൂഡ് തെറ്റായ ആറ്റിറ്റ്യൂഡാണ്. അത് തന്നെ അവിടെ പ്രോബ്ലം എന്ന് പറയുന്നത്. പൊതുവേ നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറയുന്നത്, നമ്മുടെ ഒരു മെയിൽ സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്തോ ഒരു പോരായ്മ പോലെയാണ് വിമൺ. ഇപ്പോൾ രാത്രി 12 മണിക്കൊക്കെ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്തിട്ട് കട പൂട്ടി വീട്ടിൽ പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല, ഒരു കുഴപ്പമില്ല, വളരെ നല്ല കാര്യം തന്നെയാണത്. ഇതാണ് പ്രശ്നം. സൊസൈറ്റി അവരെ എങ്ങനെ കാണും? പിന്നെ ഓരോരോ പ്രശ്നങ്ങളാണ്. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ലോ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. ഇതൊക്കെ നമുക്കങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയാൻ എനിക്ക് നല്ല പേടിയാണ്. കാര്യം നമ്മൾ കേരളത്തിലെ പെൺകുട്ടികളോട് തന്നെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എങ്കിലും മെയിൽ കാറ്റഗറിയോളം തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കണം, ജീവിതത്തിൽ അച്ചീവ് ചെയ്യണമെന്ന് അത്രത്തോളം ഭയാനകമായൊരു ആഗ്രഹം സ്ത്രീകൾക്ക് കുറവാണെന്നാണ് പറയുന്നത്. ടെക്സ്റ്റ് കിടക്കുന്നതാണ് ഞാൻ പറയുന്നത്. നാളെ ഇതൊരു വിവാദത്തിന് വഴി വെക്കരുത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വിമൺ ഓൺട്രപ്രണേഴ്സിൻ്റെ പ്രോബ്ലംസ്. നിങ്ങൾ ജസ്റ്റ് ഒരു വിമൺ എന്ന നിലയിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ മതി. ഫിനാൻസിന് ഷോർട്ടേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, റോ മെറ്റീരിയൽസ് കിട്ടത്തില്ല, ജനറൽ ടോപ്പിക്കാണ്. സിവിയർ കോമ്പറ്റീഷൻ വരും, ലിമിറ്റഡ് മൊബിലിറ്റി. ഇത് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്തേക്കൊരു യാത്ര,
അത് നല്ല ബുദ്ധിമുട്ടാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇപ്പോൾ പെട്ടെന്ന് അമേരിക്ക പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അമേരിക്ക ആക്കുന്നതിന് ഇവിടുന്ന് ഒരു ബോംബെ പോകണം, റോ മെറ്റീരിയൽസ് നോക്കാനായിട്ട് ബോംബെ പോകണമെന്ന് പറഞ്ഞിട്ട് മക്കളെയും ഭർത്താവിനെ ഇട്ടിട്ട് അങ്ങ് പോകാൻ പറ്റത്തില്ലല്ലോ. കുറേ ഉത്തരവാദിത്തങ്ങളില്ലേ. ദാറ്റ് ഈസ് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്. ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, ഇത് കേരളത്തിനെ സംബന്ധിച്ചല്ല, ഇന്ത്യയിലെ മൊത്തത്തിലുള്ള കാര്യമാണ് പറയുന്നത്. പിന്നീട് മെയിൽ ആണല്ലോ സൊസൈറ്റിയിൽ ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായ റൈറ്റ്സും കാര്യങ്ങളൊക്കെ അവർക്കായിരിക്കും കൂടുതലും. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ സ്ഥാനാർത്ഥികളുടെ മൊത്തത്തിൽ എണ്ണം എടുത്ത് നോക്കിക്കോ. സ്ത്രീ വോട്ടേഴ്സ് മീൻസ് സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം എന്ന് പറയുന്നത് ലൈക്ക് ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു 30-35% വരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ കാരണങ്ങൾ. പിന്നെ റിസ്ക് ബെയറിങ് എബിലിറ്റി അവർക്ക് കുറവാണെന്നാണ് പറയുന്നത്. ഇത് കാര്യം എന്ന് പറയുന്നത് ദൂരെയുള്ള സ്ഥലങ്ങളിൽ മാർക്കറ്റൊക്കെ അറേഞ്ച് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ദെൻ അതെല്ലാം തന്നെ ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് കാരണമാവും. സോഷ്യൽ ആറ്റിറ്റ്യൂഡ്, അതിപ്പോൾ അതൊരു ലൈക്ക് സൈക്കോളജിയാണ്. സ്ത്രീകളോടുള്ള സമൂഹത്തിൻ്റെ ഒരു സമീപനം ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് സഫർ ചെയ്യും. അവർ ഒരു ബിസിനസ് നടത്താൻ അവർക്ക് താല്പര്യമുണ്ട്, പക്ഷേ സമൂഹം എന്ന് പറയുന്നത് നമുക്കാരും തരുന്നവരൊന്നും അല്ല. എങ്കിലും ഈ സൊസൈറ്റി മൊത്തത്തിൽ പറയും, അവളെന്തിനാ ഒറ്റയ്ക്ക് രാത്രി 12 മണി വരെ ആ കടയിൽ പോയിരിക്കുന്നത്, ആ പെൺകൊച്ചിന് വേറെ ജോലിയൊന്നുമില്ലേ. ഇങ്ങനെയൊക്കെ 2 വട്ടം കേൾക്കുമ്പോൾ തന്നെ അങ്ങ് നിർത്തും. എങ്കിൽ പിന്നെ ഞാൻ പോകുന്നില്ല. അതാണ് ഈ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്, ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ലോ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി മെയിൽ കാറ്റഗറിക്കുള്ള അത്രത്തോളം അങ്ങ് ജീവിതത്തിൽ അച്ചീവ് ചെയ്യണം, കോടി രൂപ അച്ചീവ് ചെയ്യണം, വലിയ ബിസിനസ്സുകാരനാവണം, അത് ചെയ്യണം, അത്രയും വലിയൊരു ആഗ്രഹം പൊതുവേ ഫീമെയിൽ കാറ്റഗറിക്ക് ഇല്ല എന്നതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാം? ഈ വിമൺ ഓൺടർപ്രണേഴ്സിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം? കൂടുതലും പരിഹരിക്കാൻ പറ്റുന്ന ഈ ഫിനാൻസാണ്. അപ്പോൾ സെപ്പറേറ്റ് ഫിനാൻസ് സെല്ല് തുടങ്ങുക. സർക്കാരും ബാങ്കുമെല്ലാം വിമൺ ഓൺടർപ്രണേഴ്സിനെ സഹായിക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഫിനാൻസ് സെല്ല് തുടങ്ങുക. ഗവൺമെൻറ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അവർക്ക് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുക. ഇതൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ടോ. ഇങ്ങനെയൊക്കെയാണ് ഈ കുടുംബശ്രീ എന്ന സാധനമൊക്കെ അവിടെ വരുന്നത്. ഓക്കെ, അടുത്തത് മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് കൊടുക്കുക, എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് കൊടുക്കുക, ട്രെയിനിങ് ഫെസിലിറ്റി കൊടുക്കുക, നല്ലൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ, അത് ഫാമിലി തന്നെ തീരുമാനിക്കണം. ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ കുറേ രീതിയിൽ അവരെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിന് പകരം നല്ലതിനെ നല്ലതെന്ന് കണ്ടിട്ട് ഫാമിലി തന്നെ നല്ല സപ്പോർട്ട് കൊടുക്കുക. ഇപ്പോൾ ചില വീട്ടുകാരുണ്ട്, ഇപ്പം ഈ ഒരുപാട് പെൺകുട്ടികൾക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ബ്യൂട്ടി പാർലറോ അല്ലെങ്കിൽ അവരുടേതായ ചെറിയ രീതിയിൽ ബിസിനസ് നടത്താനുള്ള താല്പര്യമെങ്കിൽ ഫാമിലി നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അതൊരു അത്യാവശ്യ കാര്യമാണ്. ദെൻ ഗവൺമെൻറ് മെഷർമെൻറ്റ്, സർക്കാർ എല്ലാ രീതിയിലും വിമൺ ഓൺടർപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. ഹോം ബേസ്ഡ് ബിസിനസ് നടത്താം. ഇപ്പോൾ അത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. വീട്ടിൽ തന്നെ അങ്ങ് ബിസിനസ് ചെയ്താൽ പിന്നെ മക്കളെയും ഭർത്താവിനെയൊക്കെ നോക്കാൻ കുഴപ്പം വരത്തില്ലല്ലോ. അപ്പോൾ ഈ ഫാമിലി റെസ്പോൺസിബിലിറ്റി നടക്കും, ബിസിനസ് നടക്കും. പിന്നെ നിങ്ങൾ ചെയ്യുന്നത് ഈ ഡ്യുവൽ റെസ്പോൺസിബിലിറ്റി ഉള്ളതിന് ടൈം മാനേജ് ചെയ്യണം. ബിസിനസ്സിന് വേണ്ടി ഇത്ര സമയം, വീടിന് വേണ്ടി ഇത്ര സമയം, ഇതും ചെയ്യാം. കുറേ സ്ത്രീകൾ ഒരുമിച്ച് ചേർന്ന് ചെയ്യാമെന്നുണ്ടെങ്കിൽ അവർക്കത് അങ്ങനെയൊക്കെ ഈ വനിതാ ഹോട്ടലൊക്കെ വരുന്നത്, കുടുംബശ്രീയുടെ വനിതാ ഹോട്ടൽ, അത് ഒറ്റയ്ക്കല്ല നടത്തുന്നത്, 4-5 സ്ത്രീകൾ ചേർന്നാണ്. അങ്ങനെ പല രീതിയിൽ വേണമെങ്കിൽ സ്ത്രീകൾക്ക് ഈ ബിസിനസ്സിനകത്ത് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിലെ ടോപ്പിക്ക്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഓൺട്രപ്രണർ എന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ഇതാണ്. അപ്പോൾ ഓൺട്രപ്രണറുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ആരാണ് ഓൺട്രപ്രണറും മാനേജറും തമ്മിലുള്ള വ്യത്യാസം, ഓൺട്രപ്രണറും ഇൻട്രാപ്രണറും തമ്മിലുള്ള വ്യത്യാസം, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺട്രപ്രണറുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഓൺട്രപ്രണറുടെ സ്കില്ല്, ഓൺട്രപ്രണറുടെ ക്വാളിറ്റീസ്, വുമൺ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ആരാണ്, അവരുടെ പ്രോബ്ലംസ്, അതിൻ്റെ റെമഡീസ്. നോക്കൂ, എല്ലാം ഒരു ഓൺട്രപ്രണർ മയമാണ് അല്ലേ. മൊത്തത്തിൽ ഓൺട്രപ്രണർ എന്ന ടോപ്പിക്കാണ് ഞാൻ ഇനി പിടിച്ചെടുത്തത്. ഇങ്ങനെ വേണം പഠിക്കാൻ. അപ്പോൾ ഓൺട്രപ്രണറെ പറ്റിയുള്ള ടോപ്പിക്ക് മൊത്തം ആദ്യമേ അങ്ങ് പഠിക്കുക അല്ലേ. ജസ്റ്റ് പറഞ്ഞങ്ങ് വിടാം. എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്? ആരാണ് ഓൺട്രപ്രണറും മാനേജറും തമ്മിലുള്ള വ്യത്യാസം, ഓൺട്രപ്രണറും ഇൻട്രാപ്രണറും തമ്മിലുള്ള വ്യത്യാസം, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺട്രപ്രണർ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഒരു ഓൺട്രപ്രണറുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ക്വാളിറ്റീസ്, സ്കില്ല്, അതെല്ലാം കോമൺ ടോപ്പിക്കുകളാണ്. ദെൻ ആരാണ് ഒരു വിമൺ ഓൺട്രപ്രണേഴ്സിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, നമുക്കത് എങ്ങനെയൊക്കെ പരിഹരിക്കാം. ഇത്രയുമാണ് ഫസ്റ്റ് മൊഡ്യൂളിലെ ഓൺട്രപ്രണർ എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തിയ ടോപ്പിക്ക്. ഓക്കെ, അതങ്ങനെ തന്നെ പഠിക്കുക. അപ്പോൾ ഓൺട്രപ്രണർ നന്നായിട്ട് പഠിച്ച് ഒരുവിധം മനസ്സിലായെങ്കിൽ മാത്രമേ ഓൺട്രപ്രണർഷിപ്പ് എന്താണ്, അതിൻ്റെ മറ്റു കാര്യങ്ങൾ പഠിക്കാൻ പറ്റൂ. അപ്പോൾ അത് അടുത്ത ക്ലാസ്സായിട്ട് ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ വരും. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കേണ്ടത് ഈ ക്ലാസ് ഇത്ര എടുത്ത് വെച്ചിട്ട് ഇതിനകത്ത് ഓൺട്രപ്രണർ എന്താണെന്നുള്ള കാര്യങ്ങൾ കേട്ടതിൻ്റെ കൂടെ തന്നെ ബുക്കിൽ എഴുതി വെച്ചാൽ പരീക്ഷയ്ക്ക് ഇതൊന്നും വായിച്ചുകൊണ്ട് പോയാൽ മതി. ഇപ്പോൾ ഉടനെ തന്നെ ഞാൻ ഇനി എടുക്കാൻ പോകുന്നത് എന്തായിരിക്കും, ഇനി നമ്മൾ ഈ പറയുന്ന ഓൺട്രപ്രണർമാർ ചെയ്യുന്ന ജോലി എന്താണ്, ഇവരുടെ ജോലി. ഇവർക്ക് ഒരുപാട് ജോലി ചെയ്യാനുണ്ട്. ഓൺട്രപ്രണേഴ്സ് വെറുതെ ഇരിക്കുന്നവരല്ല, അവരൊരു 100,000 കാര്യം ചെയ്യണം. ആ കാര്യത്തിനെ എല്ലാത്തിനെയും കൂടെ ചേർത്താണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് വിളിക്കുന്നത്. ആ ഓൺട്രപ്രണർഷിപ്പ് നമ്മുടെ രാജ്യത്ത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതാണ് ഈ സബ്ജക്റ്റ്. അപ്പോൾ ഓൺട്രപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവരുടെ ഓൺട്രപ്രണർഷിപ്പ് എന്ന ആക്ടിവിറ്റിയാണ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്.
മനസ്സിലായി? അല്ല, ഓൺട്രപ്രണറെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് ആഹാരം വാങ്ങി കൊടുത്ത് അവരെ ശരീരം ഡെവലപ്പ് ചെയ്യാന്നേ ആവത്തുള്ളൂ. നമ്മൾ ഓൺട്രപ്രണറെ അല്ല ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് എന്നെ ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല ആഹാരം വാങ്ങി എൻ്റെ ശരീരം ഡെവലപ്പ് ചെയ്യുന്ന പോലെയാണ്. ഈ ഡെവലപ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്ന എൻ്റെ കരിയർ ആണെങ്കിൽ ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റിയായ ഓൺട്രപ്രണർഷിപ്പിനെ വേണം നിങ്ങൾ സഹായിക്കാൻ, എന്നെ അല്ല സഹായിക്കേണ്ടത്. എന്നെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ആഹാരം വാങ്ങിത്തരാം, എന്നെ സിനിമയെ കൊണ്ടുപോകും, അതെല്ലാം എന്നെ സഹായിക്കുവാണ്, ഞാനെന്ന വ്യക്തിയാണ് സഹായിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓൺട്രപ്രണറെ അല്ല ഡെവലപ്പ് ചെയ്യേണ്ടത്, അയാൾ ചെയ്യുന്ന ജോലിയായ ഓൺട്രപ്രണർഷിപ്പിനെ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി അപ്പോൾ ഞാൻ എൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോകും എന്ന് കരുതി ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഡെവലപ്പായി എന്ന് പറയാൻ പറ്റില്ല. ഓൺട്രപ്രണർ എന്ന മനുഷ്യൻ മാനസികമായും ശാരീരികമായും ഡെവലപ്പായോ ഇല്ലയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, അയാളുടെ ഓൺട്രപ്രണർഷിപ്പ് എന്ന ആ ഒരു ഏരിയ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അയാൾ നല്ലൊരു ബിസിനസ്സുകാരനാവും, അയാൾ നല്ലൊരു വ്യക്തിയാവും ഇല്ലയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടുന്നത് ഓൺട്രപ്രണർഷിപ്പാണ്. അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ ആദ്യം ഓൺട്രപ്രണർ എന്ന ഒരു ടോപ്പിക്കാണ് കവറായി കിട്ടേണ്ടത്. അത് ഫുള്ള് ഞാൻ പഠിപ്പിച്ചു. ഭാഗ്യമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് 1 മാർക്കും 2 മാർക്കും 4 മാർക്കും നന്നായിട്ടൊരു ഭാഗ്യമാണ് നിങ്ങളോടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ഒരു എസ്സേയും വരും, ടൈപ്സ് ഓഫ് ഓൺട്രപ്രണർ അല്ലെങ്കിൽ വിമൺ ഓൺട്രപ്രണർ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആണല്ലോ. ഇതാണ് ഫസ്റ്റ് മോഡ്യൂളിൻ്റെ പാർട്ട് എ. ഇനി പാർട്ട് ബി, അതിപ്പോൾ ഉടനെ തന്നെ ചെയ്യാം. ഓക്കെ.